السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. صدق الله العلي العظيم. أربع خصال من عطيهن فقد عطي خير الدنيا والآخرة: قلب شاكر ولسان ذاكر وبدن على البلاء صابر وزوجة مؤمنة تعين على إيمان. صدق رسول الله الكريم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ദക്ഷിണേന്ത്യയുടെ അജ്മീർ എന്ന് തന്നെ പ്രസിദ്ധമായ ഉള്ളാള ദർഗാ ഷരീഫ്, അതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഷരീഫുൽ മദനി അവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കൂടൽ സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വലിയ ഒരു സന്തോഷത്തിന്റെ മജ്‌ലിസാണ്. സന്തോഷത്തോടുകൂടി ഒരു ആധ്യാത്മികതയുടെ ഉത്തുംഗതയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു മഹാ മജ്‌ലിസാണിത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് ഈ സ്റ്റേജ് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുകയാണ്. എല്ലാ ഉമറാക്കളെയും സ്റ്റേജിലിരുത്തി ഉലമാക്കളോടൊപ്പം. കാരണം ഈ ദീനിന്റെ നെടും തൂണുകളാണ് ഉലമാക്കളും ഉമറാക്കളും. ഉലമാക്കളെ വിട്ടിട്ട് ദീനില്ല, ഉമറാക്കളെ വിട്ടിട്ടും ദീനില്ല. രണ്ടും യോജിച്ചാലേ ദീന് മുന്നോട്ട് പോവുള്ളൂ. ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ന് പലപ്പോഴും ഉലമാക്കൾ വേറെ ഉമറാക്കൾ വേറെ ഇങ്ങനെ ധ്രുവീകരണത്തിന് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതിന് വിപരീതമായി നമ്മുടെ ഈ മജ്‌ലിസിൽ മാഷാ അല്ലാഹ് നമ്മുടെ ഹനീഫ് ആചാർ പറഞ്ഞു, എല്ലാ ഖരിയയുടെയും പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരൊക്കെ സ്റ്റേജിൽ ഇരുത്തി ഇങ്ങനെ ഒരു ആ സ്റ്റേജിയെ മനോഹരമാക്കുന്ന ഒരു തീരുമാനം അൽഹംദുലില്ലാഹ് എപ്പോഴും നല്ലതായ ഒരു കാര്യമാണ്. നമ്മുടെ നേതാക്കന്മാർക്ക്, നമ്മുടെ ഉമറാക്കന്മാർക്ക് ധാരാളം പ്രയാസപ്പെടുന്നുണ്ടവർ. ഉമറാക്കന്മാര് അവരുടെ ത്യാഗങ്ങളും അവരുടെ ശ്രമങ്ങളും അവരുടെ ദാനധർമ്മങ്ങളും ഈ ദീനിന് വേണ്ടി അവര് ചെലവഴിക്കുന്ന പണവും ഒക്കെ നമ്മളൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു മനസ്സംതൃപ്തിയും ഒരു ആവേശവും നമുക്കുണ്ടാവുകയാണ്. നമ്മുടെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് വിശിഷ്യ നമ്മുടെ ഈ ഉള്ളാള ദർഗയുടെ കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ ഹനീഫാജിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ഷിഹാബുദ്ദീൻ സഖാഫി സെക്രട്ടറിയായി, ഹനീഫാജി പ്രസിഡന്റായി, മറ്റുള്ള ഭാരവാഹികൾ ആരെന്ന് അറിയില്ല. ഏതായാലും അവരുടെ നേതൃത്വത്തിൽ നല്ല നിലക്ക് ഈ ഒരു ഉള്ളാളത്തിന്റെ ആ പ്രൗഢി, ആ ഉള്ളാളത്തിന്റെ പ്രസിദ്ധി പിന്നെയും വാനോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ ഉള്ളാളത്തിന്റെ മഹിമയും ഇതിന്റെ ഇസ്സത്തും അല്ലാഹു ഉയർത്തി തരുമാറാകട്ടെ. നമുക്ക് കേരളത്തിന്റെ അതുപോലെ കേരളക്കരയുടെ ചുറ്റുഭാഗത്ത് കേരളത്തിന്റെ ആ സംസ്കാരമുള്ള നാടുകളിലൊക്കെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ ഒരു ദർഗ ഉണ്ടായാൽ ആ ദർഗയോടനുബന്ധിച്ചിട്ട് ധാരാളം ദീനിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ രണ്ടാമത്തെ അജ്മീർ എന്ന്. അതിന് കാരണമുണ്ട്. കാരണം ഇവിടെ ഈ ദർഗാ ഷരീഫിനോടനുബന്ധിച്ചിട്ട് ദീനിന്റെ പ്രവർത്തനങ്ങൾ എത്രയെത്ര ആലിമീങ്ങളാണ് ഈ നാട്ടിൽ നിന്ന് ഉൽപാദനം ഉണ്ടായി, പ്രോഡക്റ്റ്. അതിലൂടെ എത്രയോ പണ്ഡിതന്മാർ, ഖാളിമാർ, ഖതീബുമാർ, മുദരിസുമാർ, ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഈ ദർഗാ ഷരീഫിന്റെ കാരണം കൊണ്ട് നമ്മുടെ സമുദായത്തിന് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു മഹിമയാണ്. അജ്മീർ എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലുള്ള അജ്മീർ ഇതിനേക്കാൾ വലിയ ജനാകർഷണീയമായ ഒരു കേന്ദ്രമാണ്. പക്ഷേ അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ആ നേതൃത്വത്തിന് ഇതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് ഒരു പരാജയം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവർക്കൊക്കെ ഇനിയെങ്കിലും നല്ല നല്ല ദീനിന്റെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും പടുത്തുയർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജില്ലയിൽ തന്നെ നോക്ക്, മമ്പുറം അവിടെ മക്കാമിൽ അവിടെ നമുക്ക് കാണാം. ആ മമ്പുറം മക്കാമിൽ വരുന്ന നേർച്ചകളൊക്കെ അവിടെ ഒരു സ്ഥാപനത്തിന് നല്ല ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിന് അവിടെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ഞാനിപ്പോൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മാടന്നൂരിൽ അവിടെ നല്ലൊരു ദർഗാ ഷരീഫുണ്ട്. അതിലേക്ക് വരുന്ന പണം മുഴുവനും അവിടെ ഒരു സ്ഥാപനത്തിന് 400ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉസ്താദ് മദനി ഉസ്താദ് അജിലമുഖറിൽ അദ്ദേഹം പോയതിന് ശേഷം വലിയ സന്തോഷത്തിന്റെ ഒരു പ്രവർത്തനം അവിടെ നടന്നു വരികയാണ്. അജിലമുഖറിൽ അവിടെ നല്ല സ്ഥാപനം. അതുപോലെ പല സ്ഥലങ്ങളിലും ഇത് വേണം. ഔലിയാക്കന്മാർ അവിടെ കിടക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ നമുക്ക് മാസത്തിനൊരിക്കൽ മീറ്റിംഗ് കൂടിയിട്ട് ആടർത്തിട്ട് അതിന്റെ കറിയാക്കിയിട്ട് അതിനെ വെച്ചിട്ട് നിന്നാൻ വേണ്ടിയൊന്നല്ല. ഔലിയാക്കന്മാർ കിടക്കുന്നത്, ഔലിയാക്കന്മാർ ഇരിക്കുമ്പോഴും അവർ ദീന് നടത്തി, അതിന്റെ ശേഷവും അവർ ദീന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഔലിയാക്കന്മാരുടെ കറാമത്ത് അവരുടെ മരണത്തിന് ശേഷവും മുറിഞ്ഞു പോകൂല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇതന്നെയാണ് സയ്യിദ് മദനി തങ്ങളുടെ കറാമത്ത്. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മുഴുവനും ദീനിന്റെ ഷിആറുകളാണ്. ഇന്ന് ഞാന് ദർഗയുടെ ആ ഒരു ഇവിടുത്തെ പരിപാടിയുടെ ഒരു ഫോട്ടോ ഇട്ടപ്പോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഷെയർ ചെയ്യാലോ, പ്രചരണം. അതിന് ഒരു സലഫി വന്നിട്ട് പറഞ്ഞു അത് അവിടെ ശിർക്കിന്റെ കേന്ദ്രമാണ്. സുബ്ഹാനല്ലാഹ് ജല്ല ജലാലുഹു. ഹിന്ദു സഹോദരന്മാർ മുഴുവനും അതിൽ ലൈക്ക് കൊടുത്ത് സന്തോഷിച്ചു, അവര് അതിനെ ആദരിച്ചു, ബഹുമാനിച്ചു. അതേ സമയത്ത് ഹൃദയത്തിൽ ലവലേശം പോലും ഈമാനില്ലാത്ത ആ മനുഷ്യൻ ആരാണെന്നറിയില്ല, ഏതോ ഫേക്ക് ഐഡിയ ആയിട്ടുണ്ടാവും, ഇരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ശിർക്കിന്റെ കേന്ദ്രമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. എന്താണ് ഇവിടെ ശിർക്ക് നടക്കുന്നത്?
ശിർക്ക് എന്താണ്? ഇവിടെ വയല് നടക്കുന്നു, ദീനി പ്രബോധനം നടക്കുന്നു, ധാർമ്മികമായ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നു, സിയാറത്ത് നടക്കുന്നു. എത്രയോ ആളുകൾ ഇവിടെ വന്ന് സന്തോഷം കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ തവസ്സുലാക്കിക്കൊണ്ട് ബർക്കത്ത് നേടിയിട്ട് പോകുന്നു. അന്നദാനങ്ങൾ നടക്കുന്നു, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നു. ഇതിനെയെല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇതിനെ ശിർക്കിന്റെ പട്ടികയിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ പിന്നെ ഇവിടെ എന്താണ് ഇവിടെ ബാക്കിയാവുക? സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദീനിന്റെ നെടും തൂണുകളാകുന്ന ആലിമീങ്ങളും അതുപോലെ തന്നെ ഉമറാക്കന്മാരും ഒത്തൊരുമയോടുകൂടി ഈ ദീനിനെ മുന്നോട്ട് നയിച്ചാൽ തീർച്ചയായും നമുക്ക് വലിയ അന്തസ്സ് ഉണ്ടാകും. അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു അന്തസ്സ് നേടിയെടുക്കാൻ സാധിച്ചത്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നമ്മളൊക്കെ പറയുന്നു, പ്രസംഗിക്കുന്നു, അവിടെ പള്ളിയുടെ ഉള്ളിൽ പോലും എന്താണുള്ളത്? മൂർത്തികളെ വെച്ചിട്ട് ആരാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് കാരണം അവിടുത്തെ ആലിമീങ്ങൾ ഒരു ഭാഗത്ത്, ഉമറാക്കന്മാർ ഒരു ഭാഗത്ത്. ഈ രൂപത്തിൽ അവർക്കൊരു ഒത്തൊരുമയില്ല, ദീനിന്റെ പരിജ്ഞാനമില്ല, സ്ഥാപനങ്ങളില്ല. അതുകൊണ്ട് അവിടെ ദീനിന്റെ വളർച്ച മുരടിച്ചു പോയി. അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ എന്റെ പൊന്നു സഹോദരന്മാരെ. അതുകൊണ്ട് നല്ലതിന് നമ്മൾ എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കണം. അതാര് നടത്തുന്നു, അതിന്റെ പ്രസിഡന്റ് ആരാണ്, അതിന്റെ സെക്രട്ടറി ആരാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഉമ്മ പെറ്റ മകൻ അധ്യക്ഷനാകണം, ഏതെങ്കിലും ഒരു ഉമ്മ പെറ്റ മകൻ സെക്രട്ടറി ആകണം. ആരെങ്കിലും ഒന്നും ആവാതെ പറ്റൂലല്ലോ. എല്ലാവർക്കും പ്രസിഡന്റ് ആവാൻ പറ്റൂല, എല്ലാവർക്കും ഖാളിയാവാൻ പറ്റൂല, എല്ലാവർക്കും മെമ്പർ ആവാൻ പറ്റില്ല. മെമ്പർ ആയവരെ അനുകരിച്ചുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല നിലക്ക് മുന്നോട്ട് പോയാൽ ഈ സമുദായത്തിന് വലിയ ഇസ്സത്താണ്. അപ്പോ നമുക്ക് ഈ ഒരു പ്രത്യേകത, ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് ഉള്ളാളക്കാർ. ഞാനിപ്പോ 20 കൊല്ലം ഉപ്പിനങ്ങാടിയിൽ ജോലി ചെയ്ത ഒരാളാണ്. ഈ ഉപ്പിനങ്ങാടിക്കും ഉള്ളാളത്തിന് വലിയ ബന്ധ. ഉപ്പിനങ്ങാടിക്കും ഉള്ളാളത്തിന് വലിയൊരു ബന്ധമുണ്ട്. സാധാരണ ഉപ്പിനങ്ങാടിയിലുള്ളവര് മുഴുവനും ഉള്ളാളക്കാരാണ്. നമുക്ക് ഈ ഭക്ഷണം അട്ടിപ്പാത്രമെല്ലാം വരുമ്പോഴേക്ക് ഈ ഉള്ളാളത്തിന്റെ പരക്കാരിൽ നിന്ന് ഭക്ഷണം വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. കാരണം നല്ല ഭക്ഷണവും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളാണ് ഉള്ളാളത്തുകാർ. അത് പ്രത്യേക ടൈപ്പാണ് ആ ഭക്ഷണമൊക്കെ. അങ്ങനെ കച്ചവടവും മറ്റൊക്കെ ചെയ്തിട്ട് ആ ഉപ്പിനങ്ങാടിയെ വർദ്ധിപ്പിനെ ഉഷാറാക്കിയതും ഉള്ളാളക്കാരാണ്. എന്ന് മാത്രമല്ല, നമുക്ക് ഇവിടുത്തെ മുൻ പ്രസിഡന്റ് നമ്മുടെ UK ഇബ്രാഹിം ഹാജി അല്ലേ, എപ്പോഴും നമ്മൾ സ്മരിക്കണം. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അവരുടെ കൂടെ ഒരുമിച്ച് തോളോട് തോള് ചേർത്തുകൊണ്ട് ഈ നാട്ടിന്റെ വിളക്കിനെ നല്ല നിലക്ക് പ്രകാശിപ്പിച്ച ഒരു വലിയ മഹാനാണ് നമ്മുടെ UK ഇബ്രാഹിം ഹാജി. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല അല്ലെ. വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ ആ സയ്യിദ് മദനി കോളേജും അതുപോലെയുള്ള മറ്റുള്ള പല സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രയാസം, ഒരു പ്രശ്നം അദ്ദേഹം മരിക്കുന്നതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു തന്റെ ഇടമാണ്, ഒരു ഡേരിംഗ് ആണ്, അത് ശക്തിയാണത്. അത് എല്ലാവർക്കും കൊടുത്തോളണമെന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ ഒരു നാട്ടിന് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചവര് പല ആളുകളുമുണ്ട്. നമ്മുടെ UT ഫരീദ് സാഹിബ്, അതുപോലെ BM ഇതിനപ്പ MLA 2 പേരുകളും ഈ നാട്ടിന്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ്. ഉള്ളാൾക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നും നമുക്ക് ഉള്ളാളെന്ന് പറയുമ്പോൾ നമ്മുടെ കർണാടക സ്റ്റേറ്റിൽ തന്നെ വലിയ അഭിമാനമല്ലേ, വലിയ അഭിമാനം. ഇന്നും നമ്മുടെ UT ഖാദർ സാബ് അറിയപ്പെടുന്നത് ഉള്ളാളത്തിന്റെ MLA അല്ലേ. അദ്ദേഹം സ്പീക്കറായി. ആർക്കും കിട്ടാത്ത, ഇന്ത്യയിൽ തന്നെ ആർക്കും കിട്ടാത്ത ആ ഒരു ഗ്രേഡ് UT ഖാദർ സാബിന് കിട്ടി. നമ്മൾ അതിന് അഭിമാനിക്കണം, അതിന് സപ്പോർട്ട് ചെയ്യണം.
നമ്മുടെ സമുദായത്തിന് അഭിമാനമാണത്. എന്തെങ്കിലും ചെറിയ ചെറിയ അല്ലറ ചില്ലറ പ്രശ്നത്തിന് വേണ്ടി അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം താറടിച്ചും മടിച്ചും ഒരു സാധാരണ മനുഷ്യനെ എപ്പോഴും രാജിവെച്ചിട്ട് പോട്ടെ, ആ രൂപത്തിലാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ അവർക്ക് നൈതികമായ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ വേദിനെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, എങ്കിലും നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, അതുപോലെ ദർഗാക്ക് വേണ്ടിയിട്ട് ധാരാളം അധ്വാനിക്കുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതും അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതും അത് ആവശ്യമാണ്. അവർക്കൊരു നൈതിക ബല വരുന്നപ്പോ അള്ളാഹു അവർക്കൊക്കെ നല്ല ഇസ്സത്തും ഖുവ്വത്തും ശക്തിയും അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ഇനി നീട്ടി പറയുന്നില്ല, ആമുഖമായിട്ട് നീട്ടി പറയുന്നില്ല. ഇനിയിപ്പോ ഇവിടെ നമുക്ക് നമ്മുടെ അബ്ദുൽ അസീസ് ദാരിമി ഉസ്താദ് ഇവിടെ പ്രസംഗിക്കാൻ, കാര്യമായിട്ട് പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അവിടെ ബ്ലോക്ക് ആയിട്ട് കുറച്ചുകൂടെ ബാക്കിയായതാണ്. വരുന്നതാണ്, വന്നുകൊണ്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്കിന്ന് കേരളക്കാരില്ലല്ലോ, സാധാരണ റായത്തങ്ങമല്ലേ ഉള്ളു, എല്ലാം റായത്തങ്ങമല്ലേ. നക്ക് നിക്കിൽ ചെന്നെങ്കിൽ ഈ മലയാളത്തിൽ ചൊല്ലുമ്പോത്തൂ ഈ ചില വാട്സ് പദങ്ങ മനുഷ്യന്മാർക്ക് അർത്ഥാവില്ല. പ്രത്യേകിച്ച് ഉള്ളാളം ചെന്നെങ്കിൽ ബാരിയുടെ ഒരു കേന്ദ്ര, ബാരിയുടെ ഒരു ഐഡന്റിഫിക്കേഷൻ ഉള്ളണക്കത്തെ ആളുമാർക്ക് ഉള്ളാളത്തിൽ. അത് ഭാഷയെ സ്നേഹിക്കണല്ലേ. ഭാഷ ചെന്നെങ്കിൽ ഞങ്ങൾ ആരെ ഏത് ഭാഷയെ ഇൻസൾട്ട് ആക്കുകയില്ല. ഭാഷ ഞങ്ങളെ ഭാഷയിൽ ഞങ്ങൾ അഭിമാനം വേണം. അള്ളാഹുടെ ദൃഷ്ടാന്തായിട്ട് ഈ ഭാഷ ചൊല്ലത് ഞങ്ങൾ ഒരു കാലം എന്തിന് ബാരി ഭാഷ ചൊല്ലുമ്പോ അത് ഞങ്ങൾക്ക് ഒരു ഇൻസൾട്ട്. ഞങ്ങളെ ഭാഷ ഒരു അഭിമാനം ഞങ്ങൾക്ക് ഇല്ല. ഇപ്പൊ അൽഹംദുലില്ല ബാരി ഭാഷയുടെ പകരം എല്ലാവർക്കും ഞങ്ങൾ അഭിമാനം മൂടിയത്. കാരണം എന്തേ, അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ചൊന്നെങ്കിൽ വമിൻ ആയാതിഹി ഇഖ്തിലാഫു അൽവാനികും വഅൽസിനതികും, നിങ്ങളെ വേറെ വേറെ ഭാഷ, വേറെ വേറെ നിങ്ങളെ കളറ്, തടിയുടെ കളർ, ഇതെല്ലാം റബ്ബുടെ ദൃഷ്ടാന്തത്തിൽ പെട്ടതായിട്ട് കിട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയുടെ മാതൃഭാഷയിൽ ഞങ്ങൾക്ക് ചെല്ലുമ്പാത്തതു എല്ലാം ഞങ്ങൾക്ക് അർത്ഥാവും. മദ്രസത്തിലെ മക്കൾക്ക് സാത്ത ബാരി ഭാഷയില് പിന്നെ പഠിപ്പാട്ടോട്, സാലയുടെ മക്കൾക്ക് അങ്ങളെ മാതൃഭാഷയിൽ പഠിപ്പാട്ടോണോ ചൊന്നോട്ടു, മാതൃഭാഷയിൽ പഠിപ്പാട്ടോണോ. ഇത് ചൊല്ലുമ്പോ നമുക്ക് ഒരു വിഷയുടെ ചൊല്ലണോ, നമുക്ക് ഇവിടെ ചൊല്ലനായിട്ട് വേണ്ട എന്ന് ചൊന്നെങ്കിൽ ഞങ്ങളെ ഈ ഉള്ളാളത്തിൽ അൽഹംദുലില്ലാ ഇവിടെ മദ്രസത്തിലെ പാഠപുസ്തക അല്ലെ, നിങ്ങളെ ഒരു സയ്യിദ് മദന്റെ ഒരു സിലബസ് അല്ലേ കൊടുത്തത്, അതിലെ ബാരി ഭാഷ അത് നിങ്ങൾ ആക്കിയ കൊണ്ടല്ലേ ഇടീ ദക്ഷിണ കന്നഡത്തിൽ അത് പാസ്സാവും. ഉള്ളാളത്തിലെ കേന്ദ്രമാക്കിയിട്ട് ഞങ്ങൾക്ക് അഭിമാന. ഉള്ളാളം ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് അഭിമാന. ഞങ്ങളുടെ ജില്ലയുടെ കേന്ദ്രസ്ഥാനം ഉള്ളാള. നിങ്ങൾക്ക് സ്വാഭിമാനമുണ്ട്, ഉള്ളാളത്തിന് ഒരു സ്വാഭിമാനമുണ്ട്. ആ സ്വാഭിമാനത്തെ എതിർവെച്ചിട്ട് നിങ്ങൾ ആ എഴുതുമ്പോ, ആ പുസ്തകം അടിക്കുമ്പോ ബാരി ഭാഷയില് നിങ്ങൾ അതിൽ എഴുതിയെങ്കിൽ, അറബി അക്ഷരത്തില് ബാരി ലാംഗ്വേജിൽ എഴുതിയെങ്കിൽ നിങ്ങളെ മക്കൾക്ക് എല്ലാം അങ്ങ് പഠിക്കുന്നത്, അങ്ങ് ഓതുന്നത് എല്ലാം ബൈഹാർദാക്കാൻ സാധ്യമുണ്ട്. നിങ്ങൾ അതൊരു ചിന്തന ആക്കറു, നിങ്ങൾ അത്രയും ഉപകാരമാവട്ടു. ചൊന്നെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് അപ്ഡേറ്റ് ആവണം. മുസ്ലിമിനങ്ങാൻ ചൊന്നെങ്കിൽ ഒരു ഇതുണ്ട്, എന്തിനും ചൊന്നെങ്കിൽ അങ്ങ് അപ്ഡേറ്റ് ആവൂല്ലേ. അങ്ങ് 1400 വർഷത്തിന് മുന്നോളി എങ്ങനെ ഉള്ളാർ അതേപോലെ ഉള്ളാറ് അങ്ങ് അപ്ഡേറ്റ് ആവൂല്ലേ എന്ന് ചൊന്നിട്ടു ഒരു ടീക്ക ഉണ്ട് ഞങ്ങളെ വകെ അല്ലേ. മുത്താലി മക്കളെ കേൾക്കുമ്പോൾ ചിരിക്കാറ് ചൊന്നെങ്കിൽ ഇതല്ല സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പഠിച്ചോണ്ടുള്ള വിഷയം. ഇത് വേറെ ഒരു ജഗത്തുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോ എന്തിനും ചൊന്നെങ്കിൽ അപ്ഡേറ്റ് ആവണം, സന്ദർഭത്തിന് അനുസരിച്ചിട്ട് ഞങ്ങൾ എന്തിനാവണം, ബദലാവണാവണോ. 10 വർഷത്തിന് മുന്നോലത്തെ ആ ഇത് വ്യവസ്ഥ ഉണ്ട് ഞങ്ങൾ പിടിക്കില്ല. എല്ലാം ചേഞ്ച് ആയിക്കോണ്ടുണ്ട്, എല്ലാം ചേഞ്ച് ആവണു. ചേഞ്ച് ആകുമ്പത്തും ഞങ്ങൾക്ക് എന്തിനാവണു, ഇസ്ലാമില മൂള സംസ്കാരത്തിന് ആ ചൗക്കട്ടു ധക്ക പെറാമാറ് ഞങ്ങൾ എന്തിനാക്കണ ബദലാവണെങ്കിൽ ഒഡിയോണ്ട് പോകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ മൂലകും പാവും, യാതൊരു സംശയമില്ല. നിങ്ങൾ നോക്കുന്നതാണ് ഒരു ഉദാഹരണം ചൊല്ലത്. ഒരു അബ്ബ ഇന്നാളും ഒരു തൊപ്പി കച്ചവടാക്കിയുടെ ഒരു ബാപ്പ അബ്ബ, അവനിങ്ങനെ തൊപ്പി കച്ചവടാക്കിയിട്ട് പോകുമ്പോ ഒരു മരത്തിനടിയില് തണലിൽ കിട്ടുകയായിട്ട് അവിടെ ഇരുന്ന അവൻ അവിടെ കിടന്നിട്ടാകുമ്പോ അവിടെ കുറെ മങ്കന്മാര് കൊരങ്ങന്മാര് വന്നിട്ട് ഓന്റെ ബുട്ടിരെ തൊപ്പിരെല്ലാം എടുത്തോണ്ട് പോയിട്ട് അതും തലകി വെച്ചിട്ട് മനസ്സിലായിത്ത. അങ്ങനെ
ಹೊರಕ್ಕೆ ರೆಂಚಿ ನೋಕ್ಬತ್ತು ಬುಟ್ಟಿಲಿ ತೊಪ್ಪಿಲ್ಲ ಎಂದಿರಾಕಡೆ ಅಪ್ಪ ಈ ಮಂಗಮಾರ್ಗ ഒരു സ്വഭാവം ഉണ്ട് മനുഷ്യന്മാർ ആക്കിയ പോലെ അത് ആക്കിടും അപ്പൊ ഈ അബ്ബായവണു അവന്റെ തലയിലുള്ള തൊപ്പിനെ വലിച്ചെറിഞ്ഞ അപ്പൊ മംഗമാർ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അപ്പൊ അതിനെല്ലാം പൂജിട്ട് എടുത്തിട്ട് തൊപ്പിനെ എടുത്തോണ്ട് പോയിട്ട് കച്ചവടാക്കിയാണ് അങ്ങനെ ഈ മോൺ ഒട്ടികയുന്ന മോൺ ഇതിൽ നോക്കിയ അങ്ങനെ 4-5 വർഷം കഴിഞ്ഞിട്ട് അബ്ബ മരിച്ച മോണു പിന്നെ തൊപ്പിനെ കച്ചവടാക്കണു പോയ അങ്ങനെ അതേ മരത്തിനടിയിൽ തണൽ കൊള്ളുമ്പോ മംഗ വന്നിട്ട് ഓന്റെ തൊപ്പിരെല്ലാം കൊമ്പോയിട്ട് മോന്റെ തൊപ്പിരെ അങ്ങനെ ഓണുണ്ടാക്കിയ അബ്ബ ആക്കിയ പോലെ ആക്കിയ എന്തിനാ ഓന്റെ തലയിലുള്ള തൊപ്പി ഒന്ന് മാത്രം ബാക്കിയെല്ലാം മംഗ കൊണ്ട് ഇതിനെ വലിച്ചെറിഞ്ഞ അപ്പൊ അവിടെ എന്തിനായിട്ട് കൊണ്ടുണ്ടാ ഒരു മംഗക്ക് തൊപ്പി കിട്ടിയിട്ടില്ല ആ മംഗ വന്നിട്ട് ഈ തൊപ്പിയിലെടുത്തോണ്ട് പോയിട്ട് ഉള്ള തൊപ്പി ഇല്ലാണ്ടായി ചൊന്നെങ്കിൽ ഇത് എന്തിനൊക്കെ ചൊന്നെങ്കിൽ ബദലാവണ ആവണം കാലത്ത് കൊത്തിട്ട് ബദലാവണം മംഗമാർ ബദലാവണ ആയിട്ട് അവിടെ 5 വർഷം കഴിയുമ്പോ അല്ലേ അതേപോലെ ഉണ്ട് ഞങ്ങള് സോഷ്യൽ മീഡിയത്തിലെ കാല ഉസ്താദുമാർ പ്രത്യേകിച്ചിട്ട് ആലിമീങ്ങ പ്രത്യേകിച്ചിട്ട് ഇസ്ലാമിലെ അവഹേളന ആയിക്കൊണ്ടുള്ളവരുണ്ട് അയ്യഷ്ട ഉണ്ട് ഞങ്ങൾ വലിയ പേടി എന്തിനെ കൊണ്ടുണ്ട ഈ സലഫി ജമാഅത്തെ ഇസ്ലാമി അത് വലിയ പേടി എന്തല്ല അങ്ങ് നിർണാമായിടാറ് അതിൽ ഞങ്ങൾ പേടിക്കേണ്ടൊന്നില്ല അത് ഞങ്ങൾക്ക് ബൂസ് പോയിടങ്ങളത് കാത്തുപോയിട് അങ്ങക്ക് നിലനിൽപ്പില്ല ഇപ്പൊ എന്തിനെ കൊണ്ടുണ്ട വലിയ ഞങ്ങൾ പേടിക്കണായ വിഷയ കേരളത്തിലുള്ള എല്ലാ മുസീബത്ത് തുടങ്ങുന്ന അവിടെ ഇപ്പൊ വലിയ മുസീബത്തായുടെ എത്തിസ്റ്റ് എക്സ് മുസ്ലിം ചെന്നിട്ടു ഓൺലൈനില് ಬೇರೆ ಬೇರೆ ആൾമാർ ഇസ്ലാമിനെ ടീക്കായിക്കൊണ്ടുള്ളാറ് ഇസ്ലാമിലെ ഖുർആന്റെ ആയത്തിലെ ഓരോ നാളിലും അതിലെ ഓരോ ആയത്തിനെ വെച്ചിട്ട് അങ്ങ ക്ലാസ് എടുത്തോണ്ടുള്ളാറ് ഇത് ഈ ഖുർആൻ ഇണ്ടത്തേക്ക് സൂട്ടല്ല ഖുർആൻ ഇല്ല അല്ല ഇല്ല ആരിത് ക്ലാസ് എടുക്കറേ അമുസ്ലിമീങ്ങ അല്ല മുസ്ലിം പേരുള്ളങ്ങ അതിലെ കേട്ടിട്ടാകുമ്പോ സാധാരണക്കാർക്ക് കേട്ടെങ്കിൽ ഒന്നും തൊന്തരയില്ല അങ്ങ ഇങ്ങ ഓണുക്ക് പിരാന്തിന്റെ വെക്കുവാർ സാധാരണ കേട്ടെങ്കിൽ ഓണുക്ക് പിരാന്തല്ല ഈ ആലിമൊക്കെ കേട്ടെങ്കിൽ തൊന്തരയുടെ വിശ്വാസം അവിടെ അങ്ങ് കുറച്ച് പഠിച്ചിരല്ലേ അപ്പൊ ഈ ആലിമക്ക ആരെ പഠിപ്പരെ ആലിമക്കല്ലേക്കിടാറ് അങ്ങ് കേട്ടാകുമ്പോ വിശ്വാസം എത്ര ആലിമക്കമേ ഉദവി അത് ഇത് എന്തെല്ലാം ചെന്നിട്ട് എന്തെല്ലാം പോയിട്ട് എല്ലാം എക്സ് മുസ്ലിം ആയിട്ട് അള്ളാഹു ഞങ്ങളെ കാക്കട്ട് സലാമത്താക്കട്ടെ ഇത് ഞങ്ങ വലിയ പേടിക്കണായ വിഷയ അപ്പൊ ഇണ്ട് ഞങ്ങളെ ഇസ്ലാമിനെ ಬಗ್ಗೆ വലിയ ഒരു ടീ കേന്ദ്രം ചൊന്നെങ്കിൽ ഇസ്ലാം ചൊന്നെങ്കിൽ കാഫിരിങ്ങളെ കുറച്ച് ഒരു 5 മിനിറ്റ് കണ്ണെടുത്ത് നാച്ചോട്ടെ ഇത് ചൊന്നെങ്കിൽ എല്ലാവർക്കും ഒരു സൗഹാർദ്ദത്തിൽ പോണു വേണായിട്ട് ഇത് നമ്മ ಕರ್ತವ್ಯ ಇದನ್ನು ಮನವರಿಕೆ ಮಾಡುವುದು ನಮ್ಮ ಕರ್ತವ್ಯ ಉಲಮಾಗಳ ಕರ್ತವ್ಯ ಇವತ್ತು ಮುಸಲ್ಮಾನರ ಮೇಲೆ ಕುರ್ಆನ್ನ ಮೇಲೆ ದೊಡ್ಡ ಅಪವಾದ ಏನಂತ ಹೇಳಿದ್ರೆ ಅದು ಕಾಫಿರುಗಳನ್ನು ಹಿಂದೂಗಳನ್ನು ಕೊಲ್ಲಬೇಕಂತ ಕುರ್ಆನ್ನಲ್ಲಿ ಕುರ್ಆನ್ನಲ್ಲಿ ಮುಶ್ರಿಕಿಗಳನ್ನು ಬಹುದೈವ ವಿಶ್ವಾಸಿಗಳನ್ನು ಕೊಲ್ಲಬೇಕಂತ ಎಲ್ಲಿ ಕಂಡರೂ ಅವರನ್ನು ಉಂಡಿಕ್ಕಿ ಸಾಯಿಸಬೇಕಂತ ಕುರ್ಆನ್ನಲ್ಲಿದೆ ಆದ್ದರಿಂದ ಕುರ್ಆನ್ ಅನ್ನು ಇಲ್ಲಿ ಬ್ಯಾನ್ ಮಾಡಬೇಕು ನೂರಾರು ಜನರು ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ಬರೀತಾ ಇದ್ದಾರೆ ಆದ್ರೆ ಅವರಿಗೆ ಅದಕ್ಕೆ ಸ್ಪಷ್ಟನೆ ಕೊಡ್ಲಿಕ್ಕೆ ಬೇಕಾಗಿ ನಮ್ಮ ಬಳಿ ಯಾವುದೇ ವ್ಯವಸ್ಥೆ ಇಲ್ಲ ಸರಿ ಅವರ ತಪ್ಪು ಗ್ರಹಿಕೆಯನ್ನು ನಾವು ನೀಗಿಸಿಕೊಡಬೇಕು ಕಾರಣ ಕುರ್ಆನ್ ನಾವು ಅದು ನಮ್ಮ ಗ್ರಂಥ ನಾವು ಹೇಳ್ತೇವೆ ಯುದ್ಧದ ವಿಷಯ ಪ್ರಸ್ತಾಪ ಬರುವಾಗ ಅದು ಭಗವದ್ಗೀತೆಯಲ್ಲಿ ಯುದ್ಧದ ಪ್ರಸ್ತಾಪ ಇದೆ ಕ್ರೈಸ್ತರ ಬೈಬಲ್ ನಲ್ಲೂ ಕೂಡ ಯುದ್ಧದ ಪ್ರಸ್ತಾಪ ಇದೆ ಅದೇ ರೀತಿ ನಮ್ಮ ಕುರ್ಆನ್ ನಲ್ಲಿ ಇದೆ ಅಂತ ಹೇಳುವಾಗ ಅದು ಅವರಿಗೆ ಸಾಕಾಗುವುದಿಲ್ಲ ಕಾರಣ ಅವರು ಹೇಳ್ತಾರೆ ನಾವು ಭಗವದ್ಗೀತೆಯನ್ನು ನಾವು ನಿತ್ಯವೂ ಅದನ್ನು ಕೊಂಡಾಡುವುದಿಲ್ಲ ಅದು ನಾವು ಹಿಂದೂ ಧರ್ಮದ ಗ್ರಂಥ ಆಗಿರಬಹುದು ಆದರೆ ಅದನ್ನು ನಾವು ದಿನನಿತ್ಯ ಓದಿ ಅದರಲ್ಲಿ ಇರುವಂತೆ ನಾವು ನಡೆಯುವುದನ್ನು ನಾವು ಬಿಟ್ಟಿದ್ದೇವೆ ಅದನ್ನು ನಾವು ಮೂಲೆ ಸೇರಿಸಿದ್ದೇವೆ ಮಂತ್ರಕ್ಕೆ ಬೇಕಾಗಿ ಮಾತ್ರ ನಾವು ಅದನ್ನು ಉಪಯೋಗಿಸುವುದು ಅದೇ ರೀತಿ ಕ್ರೈಸ್ತರು ಕೂಡ ಹೇಳ್ತಾರೆ ಬೈಬಲ್ ಅದು ನಾವು ಅದನ್ನು ದಿನನಿತ್ಯವಾಗಿ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅದನ್ನು ಪರಿಪೂರ್ಣವಾಗಿ ಅಳವಡಿಸುವಂತಹದ್ದು ನಾವು ಕೈ ಬಿಟ್ಟಿದ್ದೇವೆ ಅಂತ ಅವಳು ಹೇಳ್ತಾರೆ ಆದ್ರೆ ನಾವು ಏನು ಹೇಳ್ತೇವೆ ಕುರ್ಆನ್ ಅದು ನಮ್ಮ ಉಸಿರು ಕುರ್ಆನ್ ಅಂತ ನಾವು ನಡಿಬೇಕು ಅಂತ ಹೇಳುವಾಗ ನಾವು ಅದಕ್ಕೆ ಉತ್ತರ ಕೊಡಬೇಕಾಗಿ ಬರ್ತದೆ ಇವತ್ತು ನೋಡಿ ಇಸ್ಲಾಮಿನ ಈ ಪ್ರಥಮ ಗ್ರಂಥವಾದಂತಹ ಈ ಒಂದು ಕುರ್ಆನ್ ನಲ್ಲಿ ಇದೆ
ಬಹುದೈವ ವಿಶ್ವಾಸಿಗಳನ್ನು ಕೊಲ್ಲಬೇಕಂತ ಇದೆ, ಆದ್ರೆ ಅದು ಹಿಂದೂಗಳನ್ನು ಕೊಲ್ಲಬೇಕಂತಲ್ಲ. ನೋಡಿ, ಇಸ್ಲಾಮಿನ ಮೊದಲ ಶತ್ರುಗಳು ಯಾರು? ಯಹೂದಿಗಳು, ಈ ಕ್ರೈಸ್ತರು. ಇಸ್ಲಾಂ ಪ್ರಚಾರ ಆಗುವಾಗ ಅತ್ಯಂತ ವಿರೋಧ ಮಾಡಿದಂತಹ ಧರ್ಮದವರಿದ್ರೆ ಅದು ಯಹೂದಿಗಳು ಮತ್ತು ಕ್ರೈಸ್ತರಿದ್ದಾರೆ. ಆದರೆ ಅವರೊಂದಿಗೆ ಯುದ್ಧ ಮಾಡಬೇಕು, ಯಹೂದಿಯನ್ನು ಕಂಡ್ರೆ ಕೊಲ್ಲಬೇಕು ಅಥವಾ ಕ್ರೈಸ್ತರನ್ನು ಕಂಡ್ರೆ ಕೊಲ್ಲಬೇಕಂತ ಕುರ್ಆನಿನಲ್ಲಿ ಇಲ್ಲ. ಬಹುದೈವ ವಿಶ್ವಾಸಿಗಳನ್ನು ಕಂಡ್ರೆ ಕೊಲ್ಲಬೇಕಂತ ಇದೆ. ಆದರೆ ಆ ಒಂದು ಸೂಕ್ತದ ಮುಂದೆ ಮತ್ತು ಹಿಂದೆ ಅದನ್ನು ಬಿಟ್ಟು ಈ ಒಂದೇ ಸೂಕ್ತವನ್ನು ಮಾತ್ರ ಅವರು ಜನರಿಗೆ ತೋರಿಸ್ತಾರೆ. ಆದರೆ ಅದು ಯುದ್ಧದ ಸಂದರ್ಭದಲ್ಲಿ ಮುಸಲ್ಮಾನರಿಗೆ ಮಕ್ಕಾದಲ್ಲಿ 12 ವರ್ಷ 10 ವರ್ಷ ಮಕ್ಕದಲ್ಲಿ, ಅದೇ ರೀತಿ ಮದೀನಕ್ಕೆ ಬಂದ ನಂತರ 2 ವರ್ಷ ಯುದ್ಧಕ್ಕೆ ಪರ್ಮಿಷನ್ ಕೊಡ್ಲಿಲ್ಲ. ಅದುವರೆಗೆ ಯುದ್ಧ ಮಾಡಬಾರದು ಅಂತ ಹೇಳಿದ್ದು. ಆದ್ರೆ ಹಿಜ್ರಾ ಬಂದು 2 ವರ್ಷದ ನಂತರ ನೀವು ಯುದ್ಧ ಮಾಡಿ ನಿರ್ವಾಹವಿಲ್ಲದೆ ನೀವು ಅವರೊಂದಿಗೆ ಬಹುದೈವ ವಿಶ್ವಾಸಿ ಯಾರು ಹಿಂದೂಗಳೊಂದಿಗೆ ಯುದ್ಧ ಮಾಡಲಿಕ್ಕೆ ಹೇಳಿಲ್ಲ. ಅಲ್ಲಿ ಇಸ್ಲಾಮಿನೊಂದಿಗೆ ನೇರ ಯುದ್ಧವನ್ನು ಘೋಷಣೆ ಮಾಡಿದ ಆ ಮಕ್ಕಾದ ಬಹುದೈವ ವಿಶ್ವಾಸಿಗಳೊಂದಿಗೆ ನೀವು ಯುದ್ಧ ಮಾಡಿ ಮಾತ್ರ ಹೇಳಿ. ಹಿಂದೂಗಳು ಇಸ್ಲಾಮಿಗೆ ಆಶ್ರಯ ಕೊಟ್ಟವರು, ಇಂಡಿಯಾದ ಹಿಂದೂಗಳು ಮುಸಲ್ಮಾನರಿಗೆ ಆಶ್ರಯ ಕೊಟ್ಟವರು, ಇಸ್ಲಾಂ ಧರ್ಮಕ್ಕೆ ಆಶ್ರಯ ಕೊಟ್ಟವರು. ನಮಗೆ ಆಶ್ರಯ ಕೊಟ್ಟವರೊಂದಿಗೆ ಏನು ಮಾಡಬೇಕು ಅದು ಕೂಡ ಇಸ್ಲಾಂನಲ್ಲಿದೆ, ಪವಿತ್ರ ಕುರ್ಆನ್ನಲ್ಲಿದೆ. ಲಾ ಯನ್ಹಾಕುಮ್ ಅನಿಲ್ಲದೀನ ಲಮ್ ಯುಕಾತಿಲೂಕುಮ್ ವಲಮ್ ಯುಖ್ರಿಜುಕುಮ್ ಮಿನ್ ಬುಯೂತಿಕುಮ್. ನಿಮ್ಮನ್ನು ಮನೆಯಿಂದ ಹೊರದಬ್ಬದಂತಹ, ನಿಮ್ಮೊಂದಿಗೆ ಯುದ್ಧ ಘೋಷಣೆ ಮಾಡದಂತಹ ಎಲ್ಲರೊಂದಿಗೂ ನೀವು ಸೌಹಾರ್ದತೆಯಿಂದ ಅವರಿಗೆ ನೀವು ಒಳಿತನ್ನೇ ಮಾಡಬೇಕು, ಅವರಿಗೆ ನೀವು ನ್ಯಾಯವನ್ನೇ ಕೊಡಬೇಕು, ಅವರೊಂದಿಗೆ ನೀವು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸೌಹಾರ್ದತೆಯುತವಾಗಿ ವರ್ತಿಸಬೇಕಂತದೇ ಕುರ್ಆನ್ನಲ್ಲಿದೆ. ಆದ ಕಾರಣ ಯಾವತ್ತೂ ಕೂಡ ಹಿಂದೂಗಳೊಂದಿಗೆ ಯುದ್ಧ ಮಾಡಬೇಕಂತ ಕುರ್ಆನ್ನಲ್ಲಿಲ್ಲ. ಯುದ್ಧದ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮೊಂದಿಗೆ ಯಾರು ಯುದ್ಧ ಮಾಡ್ತಾರೆ ಅವರೊಂದಿಗೆ ಯುದ್ಧ ಮಾಡಿ ಅಂತಲ್ಲದೆ ಮತ್ತೆ ಅವರೊಂದಿಗೆ ಹೋಗಿ ಬಿರಿಯಾನಿ ತಿನ್ಬೇಕಂತ ಹೇಳಲಿಕ್ಕೆ ಆಗ್ತದಾ? ಈಗ ಯುದ್ಧದ ಕಾರ್ಮೋಡ ಕವಿದಿದೆ ನಮ್ಮ ಇಂಡಿಯಾದಲ್ಲಿ. ಉಗ್ರವಾದಿಗಳು ಪೆಹಲ್ಗಾಮ್ನಲ್ಲಿ 30 ಜನರನ್ನು ನಿರ್ದಾಕ್ಷಿಣ್ಯವಾಗಿ ಕೊಂದಂತಹ ರಾಕ್ಷಸರು, ನಾವೆಲ್ಲದನ್ನು ಖಂಡನೆ ಮಾಡಿದ್ದೇವೆ. ಅವರಿಗೆ ಹೃದಯದಲ್ಲಿ ಕರುಣೆ ಇಲ್ಲ, ದಯೆ ಇಲ್ಲ. ಆ ಒಂದು ಕೃತ್ಯ ಇಲ್ಲಿ ನಡೆದಾಗ ಇಂಡಿಯಾ ಯುದ್ಧಕ್ಕೆ ಹೊರಟಿದೆ, ನಾವೆಲ್ಲ ಅದಕ್ಕೆ ಸಪೋರ್ಟ್ ಮಾಡ್ತೇವೆ. ನೀವು ಏನು ಬೇಕಾದರೂ ಮಾಡಿ, ನಮ್ಮ ವಿರೋಧ ಇಲ್ಲ. ಯಾರು ಇಲ್ಲಿ ಉಗ್ರವಾದಿಗಳಿದ್ದಾರೆ ಅವರನ್ನು ನಿರ್ನಾಮ ಮಾಡಬೇಕು. ನಮ್ಮ ಸೈನ್ಯದ ಬಲವನ್ನು ಉಪಯೋಗಿಸಿ ಬಳಸಿಕೊಂಡು ಅವರನ್ನು ನಿರ್ನಾಮ ಮಾಡಬೇಕೆಂದು ಒಕ್ಕೊರ್ಲಿನಿಂದ ನಾವೆಲ್ಲ ಬೇಡಿಕೆ ಇಟ್ಟಿದ್ದೇವೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಯುದ್ಧ ಮಾಡಬಾರದು ಅಂತ ಹೇಳಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ಅದೇ ಇಲ್ಲಿ ಆದದ್ದು. ಪವಿತ್ರ ಕುರ್ಆನ್ನಲ್ಲಿ ಯುದ್ಧದ ವಿಚಾರ ಇದ್ರೆ ಅದು ಇದಕ್ಕೆ ಮಾತ್ರ ಸೀಮಿತ, ಎಲ್ಲರೊಂದಿಗೆ ಯುದ್ಧ ಮಾಡಬೇಕಂತ ಪವಿತ್ರ ಕುರ್ಆನ್ನಲ್ಲಿ ಎಲ್ಲೂ ಇಲ್ಲ. ಇದನ್ನು ನಿರಂತರವಾಗಿ ನಮ್ಮ ಹಿಂದೂ ಬಾಂಧವರಿಗೆ ನಿರಂತರವಾಗಿ ಇದನ್ನು ಸ್ಪಷ್ಟೀಕರಣ ಕೊಡಬೇಕು, ಅವರ ತಪ್ಪು ಗ್ರಹಿಕೆಯನ್ನು ನೀಗಿಸಬೇಕು. ಇಲ್ಲದಿದ್ದರೆ ಏನಾಗಬಹುದು, ನಮ್ಮೊಂದಿಗೆ ಕಠಿಣವಾದ ದ್ವೇಷ ಅವರಿಗೆ ಬೆಳೆದರೆ 85% ಇರುವಂತಹ ಹಿಂದೂ ಬಾಂಧವರಿಗೆ ನಮ್ಮೊಂದಿಗೆ ಬಹಳ ಕಠಿಣವಾದಂತಹ ದ್ವೇಷ ಬೆಳೆದರೆ ಇಲ್ಲಿ ನಮಗೆ ನಡೆದಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ನಮಗೆ ಇಲ್ಲಿ ಮಸೀದಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಸಂವಿಧಾನ ಉಂಟು, ಅದು ಉಂಟು, ಇದು ಉಂಟು ಹೇಳಿ ಪ್ರಯೋಜನ ಇಲ್ಲ. ಮೊದಲು ಆಗಬೇಕಂತ ಕಾರ್ಯ ಅವರ ತಪ್ಪು ಗ್ರಹಿಕೆಯನ್ನು ಎಲ್ಲ ಉಲಮಾಗಳು, ಉಮರಾಗಳು, ಭಾಷಣಗಾರರು, ಬರಹಗಾರರು ಪವಿತ್ರ ಕುರ್ಆನ್ನ ಏನು ಆ ನಿಯಮ ಇದೆಯೋ ಅದನ್ನು ಅವರಿಗೆ ಮನವರಿಕೆ ಮಾಡಿಕೊಡ್ಬೇಕಾ ಅಂತ ಅಗತ್ಯತೆ ಇವತ್ತಿನ ಕಾಲದಲ್ಲಿ ಇದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಇಚ್ಛೆ ಪಡ್ತೇನೆ ಬಂಧುಗಳೇ. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ അത് എപ്പോഴും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അത് അപ്ഡേറ്റ് ആവേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ അപ്ഡേറ്റ് ആവേണ്ട ആവശ്യമില്ല. അതിനെ ഞങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് അതിനെ നമ്മുടെ ഈ കാലത്തിനനുസരിച്ചിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ കാലത്തിനൊത്തിട്ടതിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊള്ളണമെന്ന് മാത്രം. അല്ലാതെ ഖുർആനെ ചേഞ്ച് ആക്കണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. കാരണം ഖുർആനിലുള്ളത്
മൊബൈലിന്റെ കാര്യം ഖുർആനിലില്ല, ടിവിന്റെ കാര്യം ഖുർആനിലില്ല, അതുപോലെ കറണ്ടിന്റെ വിഷയം അതിലില്ല, അല്ലേ? അതൊന്നും അതിലില്ല. അതിലുണ്ടെങ്കിൽ അപ്ഡേറ്റ് ആവായിരുന്നു ഖുർആനിൽ. ഇപ്പൊ ഈ മൊബൈലിന്റെ കാര്യം എങ്ങനെ റിപ്പയറിയാക്കുന്നത്, അതുപോലെ മറ്റുള്ള ഈ കറണ്ടിനെ റിപ്പയറിയാക്കുന്നതിന് എഞ്ചിനീയറിംഗ്, പ്ലാനിങ്, അതെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ഖുർആനിലുള്ളത് എന്ത്? അതിൽ ആരാധനാ കർമ്മങ്ങള്, അതുപോലെ വിശ്വാസ കർമ്മങ്ങള്, വിശ്വാസ കാര്യങ്ങള്, ആഖിറത്തിന്റെ വിഷയങ്ങള്, ഖബറിന്റെ വിഷയങ്ങള്, ഇതാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. നിങ്ങൾ കക്കാൻ പാടില്ല എന്നുള്ളത് അപ്ഡേറ്റ് ആവാൻ സാധ്യമാണോ? കക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ കക്കാൻ പാടില്ല, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് ഖുർആനിലുണ്ട്, നിങ്ങൾ പലിശ വാങ്ങരുതെന്ന് ഖുർആനിലുണ്ട്. ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഇതിനെല്ലാം അപ്ഡേറ്റ് ആക്കിയിട്ട് ഇനി കക്ക, ഇനി വ്യഭിചരിക്ക, അല്ലെ, ഇനി പലിശ വാങ്ങ എന്നൊന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ. അപ്പോ പരിശുദ്ധ ഖുർആൻ അപ്ഡേറ്റ് ആക്കേണ്ട ആവശ്യം അതിലില്ല. കാരണം അങ്ങനത്തെ ഒന്ന് അപ്ഡേറ്റ് ആക്കേണ്ട കാര്യം ഖുർആനിലില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ അപ്ഡേറ്റ് ആക്കേണ്ടതും ഇല്ല. പിന്നെയോ ആ പരിശുദ്ധ ഖുർആനിൽ ഉള്ളതുപോലെ ഞങ്ങൾ അനുസരിക്കാം. കാരണം നമുക്ക് ഏറ്റവും വലിയ പരിഹാര മാർഗം അത് പരിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്, അലിയേ, അലാ ഇന്നഹാ സതകൂനു ഫിത്ന. അലിയേ, കാലക്രമേണ, കാലത്തിനനുസരിച്ചിട്ട് കാലക്രമേണ ഇങ്ങനെ പോകുമ്പോ, മുന്നോട്ട് പോകുമ്പോ ദുനിയാവില് മുഴുവനും ഫിത്നകൾ ഉണ്ടാകും അലിയേ. നിങ്ങൾ വിചാരിക്കാത്ത ഫിത്നകള്, മനസ്സിലൂഹിക്കാത്ത ഫിത്നകള് പലതും നാട്ടിലുണ്ടാകും അലിയേ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനോട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്. ദുനിയാവിലെ നാശനഷ്ടങ്ങളും ഫിത്നകളും ഫസാദുകളും പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ത് നബിയേ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. രക്ഷപ്പെടാനുള്ള വഴി, നിങ്ങൾക്ക് സലാമത്താകാനുള്ള വഴി അത് പരിശുദ്ധ ഖുർആനാണ്. കാരണം ഫീഹി നബഉ മാ ഖബലകും വഖബറു മാ ബഅദകും വഹുക്മു മാ ബൈനകും ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസ്ൽ. ആ പരിശുദ്ധ ഖുർആൻ അത് സാധാരണ ഗ്രന്ഥമല്ല. അതിൽ നിങ്ങൾക്ക് മുൻഗാമികളുടെ വർത്തമാനങ്ങളുണ്ട്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും അതിലുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് അതിൽ പരിഹാരമുണ്ട്. അത് ഹക്കിന്റെയും ബാത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് കളിയല്ല, അത് തമാശയല്ല. ഇത് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് ദീർഘമായ ഹദീസിൽ അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ യൻഖളി അജായിബു. പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം ഖിയാമത്ത് നാൾ വരെ തീർന്നു പോകുന്നതല്ല. സുബ്ഹാനല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഖുർആന്റെ അത്ഭുതം ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ഖുർആനെ മനസ്സിലാക്കി അതിനെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് അത് വലിയ ഒരു കറാമത്താണ്, വലിയ ഒരു ത്യാഗമാണ്. അത് ഏറ്റവും വലിയ തഖ്വയാണ്. ഇന്നത്തെ വിഷയം കൂടിയതാണല്ലോ നമ്മുടെ ഉസ്താദ് അബ്ദുൽ അസീസ് ദാരിമി ഉസ്താദ്. ആ വിഷയം ആസ്പദമാക്കി നല്ലപോലെ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ തഖ്വ എന്ന് പറഞ്ഞാൽ തന്നെ ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക. വജിത്നാബു നവാഹി, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ എന്താക്കുക, നമ്മളും വിരോധിക്കുക. ഇതാണ് ഏറ്റവും വലിയ തഖ്വ. തഖ്വയുടെ മാനദണ്ഡം അതാണ്. അല്ലാതെ ഒരു കേവലം ഒരു തസ്ബീഹിന്റെ മാല പിടിച്ചിട്ട് ഒരു പച്ച തട്ടയിട്ടിട്ട്, ഇന്നൊക്കെ നമുക്കറിയാലോ തരീക്കത്തിന്റെ കാലമാണ്, കള്ള തരീക്കത്തിന്റെ കാലമാണ്. പലപ്പോഴും പല ശൈഖന്മാർ ചമഞ്ഞുകൊണ്ട് ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. തഖ്വ എന്ന് പറഞ്ഞാൽ
അവരുടെ ധാരണ ഏതെങ്കിലും ദർഗയുടെ അടുത്ത് വന്നിട്ട് മൂലയിൽ ഇരുന്നിട്ട് തസ്ബീഹിന്റെ മാല പിടിച്ചാൽ അതാണ് വലിയ തഖ്വ. അല്ല, തഖ്വ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇംതിസാലു അവാമിരില്ലാ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ അനുസരിക്കുക, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ വർജിക്കുക. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി പരിശോധിക്കണം. എന്താണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത്, എന്താണ് നമ്മളോട് വിരോധിച്ചത്? അങ്ങനെ അനുസരിച്ച് ആ ഖുർആനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മൾ ഈ ദുനിയാവിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഗ്രേഡുള്ള മനുഷ്യന്മാരാകുന്നു, ഏറ്റവും വലിയ ഈമാനുള്ള ആളുകളാകുന്നു, നമ്മുടെ ഈമാന് ഏറ്റവും വലിയ തിളക്കമുണ്ടാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബികളോട് വന്ന് ചോദിച്ചു, അല്ലയോ സ്വഹാബികളെ, അയ്യുൽ ഖലായിഖി അഅജബു ഇലൈക്കും ഈമാനാ, ഈമാന്റെ കാര്യത്തിൽ ഏറ്റവും അത്ഭുതകരമായ ആളുകൾ ആരാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? സ്വഹാബികളോട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ, ഈമാന്റെ കാര്യത്തിൽ ഏറ്റവും അത്ഭുതകരമായ ആളുകൾ ആരാ? അപ്പോ സ്വഹാബികൾ പറഞ്ഞു, ഹുമൽ മലായികത്തു യാ റസൂലല്ലാഹ്, നബിയെ അത് മലായികത്തുകളായിരിക്കും. ഏറ്റവും അത്ഭുതകരമായ ഈമാനിന്റെ ആളുകൾ അത് മലായികത്തുകളായിരിക്കും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്താ മറുപടി പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, വമാ ലഹും ലാ യുമിനൂന വഹും ഇൻദ റബ്ബിഹിം, മലായികത്തിന്റെ ഈമാനിന്റെ കാര്യത്തിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നില്ല. കാരണം അവർ അല്ലാഹുവിനെ കാണുകയാണ്, അല്ലാഹുവിന്റെ നരകവും സ്വർഗവും എല്ലാം അവർ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാ. അവർ അല്ലാഹുവിന്റെ അടുക്കൽ തന്നെ ഉള്ളവരാ. അതുകൊണ്ട് അവർ ഈമാന് കൊള്ളണം, അവർക്ക് വിശ്വാസം വേണം, ഈമാന് വേണം. അവരുടെ ഈമാന്റെ കാര്യത്തിൽ ഞാനൊന്നും അത്ഭുതപ്പെടുന്നില്ല സഹാബികളെ. അപ്പൊ പിന്നാരായിരിക്കും ഏറ്റവും മാറ്റുള്ള ഏറ്റവും അത്ഭുതകരമായ ഈമാന്റെ ആളുകള്? അപ്പോ സഹാബികൾ പറഞ്ഞു, എന്നാ അമ്പിയാക്കന്മാരായിരിക്കും നബിയെ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമാ ലഹും ലാ യുമിനൂന വൽ വഹ്യു യൻസലു അലൈഹിം, അമ്പിയാക്കന്മാരുടെ ഈമാന്റെ കാര്യത്തിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നില്ല. ഈമാന് തിളക്കമുണ്ടായിരിക്കും, അത് നല്ല 916 ആയിരിക്കും, പക്ഷേ അതിൽ ഞാൻ അത്ഭുതപ്പെടുകയൊന്നും ചെയ്യുന്നില്ല. കാരണം അവർക്ക് അല്ലാഹുവിന്റെ മലായികത്തുകൾ വഹി ഇറക്കി കൊടുക്കുന്നുണ്ട്, ജിബ്രീലിനെ അവർ കാണുന്നുണ്ട്, വഹി അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഈമാന്റെ കാര്യത്തിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നൊന്നുമില്ല. അപ്പൊ പിന്നാരായിരിക്കും? അപ്പൊ സ്വഹാബികൾ പറഞ്ഞെന്നാ പിന്നെ ഞങ്ങൾ തന്നെയാ. യാ റസൂലല്ലാഹ്, ഞങ്ങളാണ് നബിയെ ഈമാന്റെ കാര്യത്തിൽ അത്ഭുതമുള്ളവര്. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമാലക്കും ലാ തുമിനൂന വഅന ബൈന യദൈക്കും, സ്വഹാബികളെ നിങ്ങളുടെ ഈമാന്റെ കാര്യത്തിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾ എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. മുഅ്ജിസത്തുകൾ ഞാൻ കാണിച്ചു തരുന്നു, പരിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഓതി തരുന്നു. ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല, ഞാൻ അക്ഷരാഭ്യാസം പഠിച്ചിട്ടില്ല, ഞാൻ ഉമ്മിയാണ്. വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുതുഹു ബിയമീനിക ഇദല്ലർതാബൽ മുബ്തിലൂൻ. നബിയേ, നിങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി തരുന്നതിന് മുമ്പ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒരു അക്ഷരം നിങ്ങൾ എഴുതിയവരല്ല, നിങ്ങളൊരു ഗ്രന്ഥം പാരായണം ചെയ്തവരല്ല നബിയേ. എന്നാൽ നിങ്ങൾ അക്ഷരാഭ്യാസം പഠിച്ചവരായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഇതിനു മുമ്പ് ഗ്രന്ഥം ഓതി സർവീസ് ഉള്ളവരായിരുന്നുവെങ്കിൽ ആ കുഫാറുകൾക്ക് സംശയിക്കാമായിരുന്നു നബിയേ, നിങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്ത ഉമ്മിയല്ല നബിയേ. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ സംശയിക്കാൻ ഒരു പഴുതുമില്ല, ഒരു അവകാശവുമില്ല. അങ്ങനെയുള്ള ആ പ്രവാചകര് സാഹിത്യ സമ്പുഷ്ടമായ അത്ഭുതം നിറഞ്ഞതായ പരിശുദ്ധ ഖുർആൻ ഓതി തരുമ്പോ മുഅ്മിനീങ്ങളെ, സ്വഹാബികളെ, നിങ്ങൾ വിശ്വാസം കൊണ്ടില്ലെങ്കിലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഞാൻ സൂര്യനെ ചന്ദ്രനെ പിളപ്പാക്കി ഞാൻ കാണിച്ചു തന്നു, നിങ്ങൾ കണ്ടില്ലേ? കല്ലുകളും മരങ്ങളും എനിക്ക് എന്നോട് സംസാരിക്കുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ മുഖാന്തരം. അപ്പോൾ നിങ്ങൾ ഈമാൻ കൊണ്ടില്ലെങ്കിലാണ് എനിക്ക് അത്ഭുതം പെടാനുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ഏറ്റവും അത്ഭുതകരമായ ഈമാന്റെ ആൾ? ആരാണ്? പിന്നെ
അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ അവർക്ക് വലിയ വലിയ കറാമത്തുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ ആളുകളൊക്കെ കുറവായിരിക്കും, ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഒരു ആശ്രയം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. വഹും യത്ലൂന കിതാബല്ലാഹ് വയഅമലൂന ബിമാ ഫീഹി. അവർക്ക് ആ പരിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ് അവർക്ക് ആശ്രയം. അവരതിനെ ഓതുന്നു, ഖുർആൻ ഓതുന്നു, അതിലവർ വിശ്വസിക്കുന്നു, അതിലുള്ളതുപോലെ അവർ അമൽ ചെയ്യുന്നു. അവരുടെ ഈമാന്റെ കാര്യത്തിലാണ് എനിക്ക് അത്ഭുതമുള്ളത് സ്വഹാബികളെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അത് അത്ഭുതമാണ്. അതിൽ ധാരാളം അത്ഭുതമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ യൻഖളി അജായിബുഹു, അതിന്റെ അത്ഭുതം ഖിയാമത്ത് നാൾ വരെ തീരുന്നതല്ല. ഞാനൊരു ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ സഹോദരന്മാർ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ ഒരു അത്ഭുതത്തിൽപ്പെട്ട ഒരു അത്ഭുതം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ചെറിയൊരു ഡോസ് മാത്രമാണ്. ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഞങ്ങളുടെ തഖ്വ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അതായത് ഒരു 10-15 വർഷം, ഒരു 10-12-13 വർഷത്തിന് മുമ്പ് ഇവിടെ വലിയൊരു അദാബ് അല്ലാഹു ഇറക്കി തന്ന് ലോകത്തിന്റെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണത് അദാബ്? ആ അദാബ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അതിന്റെ പേര് പോലും നമ്മൾ പഠിച്ചത് അപ്പോഴാണ്, ആ അദാബ് ഇറങ്ങിയപ്പോഴാണ്. എന്താണ് അത് അദാബ്? സുനാമി എന്ന് പറയുന്ന ഒരു അദാബ് അല്ലേ? അതിന് മുമ്പ്, ആ സുനാമി ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ആ പേര് കേട്ടിട്ടേ ഇല്ല. ആ സുനാമി ഉണ്ടായപ്പോൾ ഇങ്ങനത്തെ ഒരു അദാബ് അല്ലാഹു ഇറക്കി നമുക്ക് മനസ്സിലായത്. കടല് മുഴുവനും കരയിലേക്ക് വന്നിട്ട് അടഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതിന്റെ ശേഷം, ആ സുനാമി വന്നതിന് ശേഷം വിജ്ഞാനിമാര് പുകഞ്ഞ് ആലോചിച്ചിട്ട് എന്താണ് ഈ സുനാമി ഉണ്ടാവാൻ കാരണോ എന്നവരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്താണത് കാരണം? കടലിന്റെ അടിഭാഗത്തിലുള്ള അഗ്നിപർവ്വതങ്ങൾ, ജ്വാലാമുഖി, അത് സ്ഫോടമായതാണ്, അത് പൊട്ടിപ്പോയതാണ് സുനാമി ഉണ്ടാവാൻ കാരണമെന്ന് വിജ്ഞാനിമാർ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഇതെന്ത് കളി? കടലിന്റെ അടിയിൽ ജ്വാലാമുഖി, അഗ്നിപർവ്വതം, ഇതെന്താണ്? ഇത് അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. വൽ ബഹരിൽ മസ്ജൂർ, കത്തിക്കപ്പെടുന്ന കടലിനെ തന്നെയാണ് സത്യം അല്ലേ? ഇത് ഖുർആനിലുള്ള തന്നെ ആയത്. കത്തിക്കപ്പെടുന്ന കടലിനെ തന്നെയാണ് സത്യം. സുബ്ഹാനല്ലാഹ്. അതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, ഹദീസും ഉണ്ട്. എന്താണ് ഹദീസിൽ പറയുന്നത്? ലാ യർകബന്ന റജുലു അലൽ ഫിൽ ബഹരി ഇല്ലാ ഗാസിയൻ ഔ ഹജ്ജൻ ഔ മുഅ്തമിറാ ഫഇന്ന തഹതൽ ബഹരി നാറാ വ തഹതൻ നാരി ബഹറാ. സുബ്ഹാനല്ലാഹ്. എന്തൊരു അത്ഭുതമാണ്! മുഅ്ജിസത്തിന്റെ വാക്യമല്ലേ ഇത്? ഹദീസല്ലേ ഇത്? എന്താണ് അല്ലാഹുവിന്റെ റസൂല്? സ്കൂളിലേക്ക് പോകാത്ത പ്രവാചകര്, അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകര്, വിജ്ഞാനത്തിന്റെ ഗണി എന്തെന്നറിയാത്ത പ്രവാചകര് അവിടുന്ന് പറയുകയാണ്, മനുഷ്യന്മാരെ, നിങ്ങൾ കടലിൽ വളരെയധികം കളിക്കുകയോ തമാശ നടത്തുകയോ വേണ്ടാത്ത പ്രവൃത്തികളിലോ കടലിൽ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. അനാവശ്യമായി നിങ്ങൾ കടലിൽ യാത്ര ചെയ്യാനും പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് എന്തെങ്കിലും ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വയറ്റിന്റെ മീന് പിടിക്കാൻ വേണ്ടിയിട്ടോ അല്ലാതെ മറ്റൊരു ആവശ്യത്തിന് നിങ്ങൾ കടലിൽ പോകരുത്. കാരണം അവിടെ അതാണ് പറയുന്നത്. കാരണമാണ് വലിയ വിശേഷം. കടലിന്റെ അടിയിൽ അഗ്നിയുണ്ട്, തീയുണ്ട്. ഇത് എപ്പാ പറയുന്നത്? 1400 വർഷത്തിന് മുമ്പാ പറയുന്നത്. അപ്പൊ വിജ്ഞാനത്തിന്റെ കണിക പോലും ഈ ദുനിയാവിലില്ല. 1400 വർഷത്തിന് മുമ്പ് വേണ്ട, ഒരു 50-60 വർഷത്തിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും അറിയോ ഈ വിജ്ഞാനത്തിന്റെ വകയിൽ? ഈ കരണ്ടും മറ്റൊക്കെ വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ വിജ്ഞാനം? നിങ്ങൾക്കറിയോ, ഫസ്റ്റിന് ബസ് കണ്ടുപിടിച്ച സമയത്ത് ഒരു ജോക്കുണ്ട്. ഫസ്റ്റിന് ഒരു ബസ്, വലിയൊരു ബസ്, മംഗലാപുരത്ത് പുത്തൂരിലേക്ക് പോകുന്ന ബസ്സല്ല. അങ്ങനെ ഈ ബസ് ഭയങ്കര വലിയ ബസ്, ഇപ്പോഴത്തെ പോലത്തെ ബസ്സൊന്നുമല്ല. അങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ഒരാള് ബസ്സിന്റെ പിറകിൽ ഇരുന്നിട്ട്
ഇങ്ങനെ ഈ ഡ്രൈവർ എന്നെ നയിക്കൊണ്ടുണ്ട്. അങ്ങനെ മംഗലാപുരത്ത് സുബൈക്കന്നെ വിട്ടിന് 9 മണിക്ക് തന്നെ ബീച്ച് റോഡിലേക്ക് എത്തുമ്പോ 12 മണിക്ക്. കാരണം അത്ര മെല്ലല്ലേ പോകുന്നത്, ഫസ്റ്റത്തെ ബസ്സല്ലേ, ഇപ്പല്ലേ അപ്ഡേറ്റ് ആയത്. അങ്ങനെ ബീച്ച് റോഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഏതൊരു ഹോട്ടലിലേക്ക് ചോറ് കഴിക്കാൻ ഡ്രൈവർ പോയി. അപ്പൊ ഈ ബാക്കിൽ ഇരുന്ന ഈ മനുഷ്യൻ എന്താക്കിന്നറിയോ, ചോറ് വെച്ച് ഡ്രൈവർ വരുമ്പോക്ക് ഈ കുറ്റി കാണുന്നില്ല, ആടാ ഇപ്പൊ ഈ അടിച്ചോണ്ടുണ്ടായിരുന്ന കുറ്റി കാണുന്നില്ല. ഇയാൾ എന്താക്കിയതിന് ചവിട്ടിന് പൊളിച്ചത്. ഇയാൾ വിചാരിച്ചത് അവിടുന്ന് ഇടത്തോളം ഈ ഡ്രൈവർ ഇതിന് അപ്പുറം ഇപ്പുറം ഇങ്ങനെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇയാൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ നല്ലൊരു പണിക്കാരനാ, ഒരു മേസ്ത്രി. ഇയാളിനെ ചവിട്ടിട്ട് പൊളിച്ചിട്ട് പറഞ്ഞ ഡ്രൈവർ, നീ അവിടുന്ന് ഇടത്തോളം ഇങ്ങനെ പൊളിക്കാൻ ശ്രമിച്ചു, നിനക്ക് സാധിച്ചില്ല, ഞാൻ ഒറ്റ അടി കൊണ്ട് അതിനെ പൊളിച്ച് നിനക്ക് തന്നു തന്നു. ഇതുപോലെ ഇത് ഒരു 50-60 വർഷത്തിന്റെ ഒരു കഥയാണ്, മുമ്പത്തെ കഥയാണ്. എന്നാൽ 1400 വർഷത്തിന് മുമ്പ് ഈ ദുനിയാവിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. ഇരുണ്ട യുഗമാണ്. ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, കടലിന്റെ അടിയിൽ എന്തുണ്ട്, അഗ്നിപർവ്വതമുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്ക് തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇതൊന്നും നമ്മൾ പഠിക്കാത്തത് കൊണ്ട്, ഈ ഇസ്ലാമിന്റെ ഈ ഒരു ശാസ്ത്രീയ വശങ്ങള് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ഈമാന് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഈ ആന്തരികമായ വശങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അള്ളാഹു നമ്മുടെ ഈമാനെ വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ സഹോദരന്മാർ. അതുകൊണ്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ള ഈ ദുനിയാവൊന്നും അല്ലാഹു വെറുതെ സൃഷ്ടിച്ചതൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ ആകാശത്തെയും ഈ ഭൂമിയെയും പടച്ചതിൽ റബ്ബിന്റേതായിരിക്കുന്ന ശക്തി, ആ ശക്തി കൊണ്ട് പടച്ചതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അത് വെറുതെ ഒന്നും പടച്ചതല്ല, അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ആർക്കാണ് ദൃഷ്ടാന്തമുള്ളത്? അതിൽ ചിന്തിക്കുന്നവർക്ക് മാത്രം. വക്രമായിട്ട് ചിന്തിക്കുന്നവർക്ക് അതിലൊന്നും വലിയ ദൃഷ്ടാന്തമൊന്നുമില്ല. വക്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ ദീനിന്റെ വിഷയത്തിൽ, ഖുർആന്റെ ഹദീസിന്റെ, ഖുർആൻ ഫിഖിന്റെ എല്ലാം വിഷയത്തിലുണ്ടല്ല, വക്രമായിട്ട് ചിന്തിച്ചിട്ട് പ്രശ്നങ്ങളോട് പ്രശ്നം, ചോദ്യങ്ങളോട് ചോദ്യം, അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് അവസാനം എത്തുന്നത് എവിടേക്കാണ്? അത് നിരീശ്വരവാദത്തിലേക്കാണ് എത്തുന്നത്. മനസ്സിലായില്ലേ? നല്ലതാണോ സ്വീകരിക്കാം, മൗലിദ് ഓതും നല്ലതാണോ സ്വീകരിക്കാം, അതിലൊന്നും വേണ്ടാത്തതില്ലല്ലോ. ഉറൂസ് കഴിക്കുമ്പോ അതിൽ എന്താ വേണ്ടാത്തതുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ സ്വീകരിക്കാം. നമുക്കൊരു അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, ബുദ്ധി തന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരുത്തനെന്താക്കുന്നത്, അതിൽ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ട് ഉറൂസ് കഴിക്കണം, ഉറൂസിന്റെ പദം എന്നുള്ള ആ വാക്യം ഖുർആനിലില്ലല്ലോ, ഹദീസിലില്ലല്ലോ, അതുകൊണ്ട് ഉറൂസ് വേണ്ട. അങ്ങനല്ലേ ഇന്ന് പല ആൾക്കാരും പറയുന്നത്. അവര് മൂർഖന്മാരാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾക്കറിയാം, പണ്ട് ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഉസ്താദ് ലീവ് കിട്ടിയിട്ട് പോകുമ്പോക്ക് മുത്താലിമികളെ ഒക്കെ കൂട്ടിക്കൊണ്ട് പോയിന്നാ. അങ്ങനെ 2 മുത്താലിമികളും ഉസ്താദ് ഇങ്ങനെ കുതിരന്റെ മേലിലാണ്. പണ്ട് ഈ വൈക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഉസ്താദ് ആ ദർസ് ലീവ് കിട്ടിയിട്ട് പോകുമ്പോക്ക് അവിടെ കുറെ കിതാബ് കെട്ട് ഡ്രസ് അതെല്ലാം ഉണ്ടായി. അതിനെ കുതിരന്റെ മീത്ത വെച്ചിട്ട് ഉസ്താദ് മീത്ത എഴുതിട്ട് മക്കൾ ഇങ്ങനെ താത്ത ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോക്ക് ഉസ്താദ് പറഞ്ഞു, മക്കളെ, ഈ കുതിരന്റെ മീറ്റത്ത് എന്തെങ്കിലും താഴേക്ക് വീണെങ്കിൽ, കെട്ടൊന്നും ശരിയായിട്ടില്ല, താഴേക്ക് വീണെങ്കിൽ അതിനെ പറക്കി തരണോ. അങ്ങനെ കുറെ അപ്പുറം എത്തുമ്പോ ഈ കുതിര ചാണങ്ങായിട്ട് അപ്പൊ ഈ മുത്താലിം ഈ ചാണത്തിനെ കൊണ്ട് ഇട്ട് കൊടുത്ത്, മീത്തന്ന് വീണെങ്കിൽ താഴേക്ക് വീണെങ്കിൽ തരണമെന്നല്ലേ പറഞ്ഞത് ഉസ്താദിന്റെ ബാഗ്. അപ്പോ ഇയാള് ഉസ്താദ് പറഞ്ഞ, മക്കളെ, നിങ്ങൾക്ക് ബിരാന്ത്, നിങ്ങൾക്ക് അത്ര ബുദ്ധിയില്ലേ, ഇത് ഞാൻ നിങ്ങൾക്ക് ലീസ്റ്റ് ആക്കിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അതിൽ കുറെ എന്തല്ല ഈ കെട്ടിൽ എന്തൊക്കെ ഉണ്ട് അതിന്റെ എല്ലാം ലീസ്റ്റ് ആക്കിയിട്ട് കൊടുത്തു. ലീസ്റ്റിലെല്ലാം ഉണ്ട്, ഡ്രസ്സും കിതാബും അത് എല്ലാം ലീസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഈ മക്ക ഈ ലീസ്റ്റിനെ ഒതിയോണ്ട് പോയിട്ട് കുറച്ച് അപ്പുറത്തുമ്പോ ഈ ഉസ്താദിന് തല ചുറ്റിട്ട് താഴേക്ക് വീണത്. അപ്പൊ മക്ക ലീസ്റ്റ് നോക്കുന്നു, ഉസ്താദിന്റെ പേര് ലീസ്റ്റിലുണ്ടാകും, ഉസ്താദിന്റെ പേരില്ല. അങ്ങനെ ഉസ്താദിനെ അവരെ വിട്ടിട്ട് കുതിരന്റെ മീത്ത ഇവർ പോയി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതുപോലെയാണ് നമ്മളെ ഇപ്പത്തെ ഈ സലഫിയും അതുപോലെ പുത്തൻവാദികളുടെ കഥ. അങ്ങനെ ലീസ്റ്റ് നോക്കുന്നു, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ടാകും, ലീസ്റ്റ് നോക്കിയിട്ട് എല്ലാം വിട്ടോണ്ട് പോയിട്ട് പിന്നെ എന്തുമില്ല. പിന്നെ അവസാനം നിരീശ്വരവാദത്തിലേക്കായി എത്തുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മുടെ മക്കളെ കാക്കട്ടെ നിരീശ്വരവാദത്തിലേക്ക്. അതുപോലെ പിന്നെ എവിടേക്കായി എത്തുന്നത്? ഐസിസ്, ഭയോത്പാദന. ഈ ഭയോത്പാദനയുടെ മൂലം ഇതാ, ഖുർആന് അർത്ഥം വെച്ചതാണ്. ഖുർആന് അർത്ഥം വെച്ച് ജിഹാദ് ചെയ്യണം, യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അർത്ഥം വെച്ചിട്ട് അവസാനം ദമ്മാജിക്ക് പോയിട്ട് അവിടെ ആട് മേയ്ക്കാൻ നടക്കുന്നത്. ആട് മേയ്ക്കാൻ എന്താ ഇതിനൊക്കെ എന്താ പരിഹാരമുള്ളത്? എന്റെ പൊന്നു സഹോദരന്മാർ, അതുകൊണ്ട് ചെറിയ വിഷയമൊന്നുമല്ല ഇത്.
സുന്നത്ത് ജമാഅത്തിൽ തെറ്റിപ്പോയാ പിന്നെ എല്ലാം തെറ്റിപ്പോയി. പിന്നെ നിങ്ങളെ മക്കളെ കിട്ടൂല നിങ്ങൾക്ക്. അതൊരു നശയാണ്, അതൊരു പിരാന്താണത്. തടിയിലേക്ക് കയറുന്ന ഒരു പിരാന്താണ്. അതിൽ പോയിട്ട് അവസാനം യുദ്ധം ചെയ്തിട്ട് ഭയോത്പാദനായിട്ട് ആത്മഹത്യ ബോംബറായിട്ട് മരിക്കാൻ അവിടെ കാതി എത്തിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ഖുർആനിലും ഹദീസിലും എന്തൊക്കെയുണ്ട്, അതിന് ആലിമീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി തരുന്ന അതുപോലെ പഠിച്ചിട്ട് അതിനെ മുന്നോട്ട് പോകണം. ഇപ്പൊ ഹദീസിലുണ്ട്, ഉദാഹരണത്തിന് ഹദീസിൽ 2 കുതിരനെ വളർത്തിയെങ്കിലും അവൻ സ്വർഗത്തിലേക്ക്, അല്ലെ? ഹദീസിലുള്ളതാണ്. കുതിരനെ വളർത്തിയിട്ട് സ്വർഗത്തിലേക്ക് ഇന്ന് ഞങ്ങൾക്ക് പോകാൻ സാധ്യമുണ്ടോ? കുതിരനെ വളർത്തിയാല് അത് എപ്പോ പറഞ്ഞതാണ്? ആ സമയത്ത് യുദ്ധത്തിന്റെ അന്ന് കുതിരയാണ് അന്ന്. പക്ഷെ ഇന്ന് നമുക്ക് യുദ്ധം ചെയ്യാൻ കുതിരന്റെ ആവശ്യമില്ല. പിന്നെ സിവിലിയന്മാർക്ക് യുദ്ധത്തിന്റെ ആവശ്യമില്ല. അത് യുദ്ധം എന്തുണ്ടെങ്കിൽ ഇപ്പൊ ഈ രാഷ്ട്രത്തിന്റെ ഈ ഗടി ഗുരുത്തല്ല വന്നതിന്റെ ശേഷം, ഈ പാസ്പോർട്ടും ഈ വിസയും ഇതെല്ലാം വന്നതിന് ശേഷം ഈ യുദ്ധം എന്നുള്ളത് സിവിലിയന്മാർക്കില്ല, അത് സൈനികന്മാർക്കുള്ളതാണ്. രാഷ്ട്രങ്ങൾ തമ്മിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. സിവിലിയന്മാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമെന്നില്ല. ഇന്നത്തെ യുദ്ധത്തിന്റെ നമ്മുടെ കുതിരകൾ ഏതാണെന്നറിയോ? സയ്യിദ് മദനി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണ് നമ്മുടെ കുതിര. അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, അവർക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കണം. നിങ്ങൾ ഇവിടെ നിക്ഷേപിച്ച സയ്യിദ് മദനി ദർഗയിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം അതാ പാവങ്ങളായ മുത്തഅല്ലിമീങ്ങൾക്കാണ്, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇനി കുതിര വളർത്തിട്ട് നമ്മളെ ഉപ്പിനങ്ങാടിൽ ഒരു മനുഷ്യൻ കുതിര വളർത്തിട്ട് അത് പിന്നെ KSRTC ബസ്സിലേക്ക് മുട്ടിയിട്ട് അത് ചത്തുപോയി. കുറെ നല്ലോണം ചെലവാക്കി, പൈസ അല്ല, ചത്തുപോയി. ഇപ്പൊ കുതിര വളർത്തിയാലൊന്നും ഇപ്പൊ നടക്കൂല. ഹദീസിലുണ്ട് കുതിര വളർത്തണം, അത് അന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വ്യവസ്ഥകളൊക്കെ ചെയ്യണം. ദീനിന് വേണ്ടിയിട്ട്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല. ഞങ്ങളുടെ അടുത്ത് ഒരു സ്കൂളും ഇല്ല. മറ്റുള്ളവരെ സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല, മറ്റുള്ളവരെ ആസ്പത്രിയിലേക്ക് പോകാൻ പാടില്ല, മറ്റേ ഡോക്ടറെ കാണാൻ പാടില്ല. നമ്മളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ എന്തും ഇല്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടാ. ഇതൊന്നും ശരിയായ രൂപമല്ല. അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ. എന്റെ പൊന്നു സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആന്റെ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം. അതുകൊണ്ട് ആ ഖുർആന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കുമ്പോ അതിന്റെ ആ അത്ഭുതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ നിയമങ്ങളെ പാലിച്ചിട്ട് അതിന്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമുക്ക് വലിയ ഈമാൻ വർദ്ധിക്കുന്നു, നമ്മുടെ തഖ്വ വർദ്ധിക്കുന്നു. നമ്മൾ അതിന്റെ കാരണം കൊണ്ട് സ്വർഗത്തിന്റെ കവാടം നമുക്ക് തുറന്നു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. അല്ലാതെ നമ്മള് ഇന്നൊക്കെ എന്താണെന്നറിയോ? ഇന്ന് പലപ്പോഴും അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എവിടെയാണ്? അള്ളാഹു എവിടെയായിരിക്കുന്നത്? അള്ളാഹുവിന്റെ ആസ്ഥാനം എവിടെയാണ്? അള്ളാഹിന്റെ സിംഹാസനം എവിടെയാണ്? ഇങ്ങനെ അള്ളാഹിനെ പറ്റിയിട്ട് പ്രശ്നമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അബ്ദുൽ അസീസ് ദാരിമി ഉസ്താദ് വന്നു, നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രാസംഗികൻ. മാഷാ അല്ലാഹ്, അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സ് ആഫിയത്ത് അള്ളാഹു നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അപ്പോ നമ്മുടെ തഖ്വാനെ നമ്മൾ ഭദ്രമാക്കുക, തഖ്വ ഭദ്രമാക്കുക. മഹാന്മാരായ ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നിങ്ങൾക്ക് എന്താണോ പറഞ്ഞു തരുന്നത് അതനുസരിച്ച് അവർ ആലിമീങ്ങൾ ഇസ്ലാമിന്റെ നെടും തൂണുകളാണ്. കണ്ടില്ലേ അവിടെ അഡ്യാറിലെ ആലിമീങ്ങ വിളിച്ചപ്പോ എല്ലാം വന്നെത്തില്ലേ? എല്ലാവരും വന്നെത്തി. അത് ആലിമീങ്ങളുടെ അംഗീകാരമാണ്. ആ പ്രവർത്തനം തുടരണം. ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഉമറാക്കളുടെ സപ്പോർട്ടോട് കൂടി നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാതെ വക്രമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ നിരീശ്വരവാദത്തിലേക്ക് എത്തും. അള്ളാഹു നമ്മെ കാക്കട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഒരു ദിവസം സഹാബികൾ ഇങ്ങനെ മൗനത്തിലിരിക്കുകയാണ്, മൗനം. അപ്പൊ എന്താ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാലക്കും ലാ തതകല്ലമൂന, എന്താ നിങ്ങൾ സംസാരിക്കുന്നതല്ല, മൗനമായിട്ടുണ്ടല്ലോ, മൗനമായിട്ട്. അപ്പൊ അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾ നതഫക്കറു ഫീ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നബിയെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കദാലിക തഫക്കറു ഫീ ഖൽഖില്ലാഹ് വലാ തഫക്കറു ഫില്ലാഹ്. അതെ, നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കുക,
അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ ശരീരം അതെങ്ങനെ, അത് കറുത്തിട്ടോ വെളുത്തിട്ടോ അങ്ങനെ അതിന്റെ ഡൈനാമിക് എങ്ങനെയൊക്കെ നിങ്ങൾ അതിനെ ചിന്തിക്കാനൊന്നും പോണ്ട. നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അത് തന്നെ മതി അള്ളാഹുവിലേക്ക് എത്താൻ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പോണ്ട. നിങ്ങൾക്ക് പിരാന്തായി പോകും. തലയെത്താൻ സാധ്യമല്ല. സാധ്യമുണ്ടോ? അള്ളാഹുവിന്റെ ആ ദാത്തുകളെ സംബന്ധിച്ച്, അവന്റെ ശരീരത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധ്യമുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. അത്ര കണ്ട് ബുദ്ധി നമ്മൾക്ക് നൽകിയിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചേ ഇൽമ നൽകപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹനെ മനസ്സിലാക്കാനുള്ള ഇൽമൊന്നും നിങ്ങൾക്കില്ല. അത് സാധ്യവുമല്ല മഖ്ലൂഖിന്. അള്ളാഹു നമ്മുടെ ഈമാനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് പണ്ടൊരാൾ ഒരു ചെറിയ സ്റ്റോറി, ഒരു കഥ പറഞ്ഞു ഞാൻ നിർത്താം, ഉസ്താദിന് വിട്ടുകൊടുക്കാം. പണ്ടൊരു ഉസ്താദിനെടുക്ക ഒരു 4-5 ബാലക്കാർ വന്നാലോ, ഉസ്താദ് ഞങ്ങൾക്ക് അള്ളാഹനെ കാണണോ, അള്ളാഹനെ കാണണോ. അതെയാ, കാണിച്ചു തരാം, പേടിക്കണ്ട. കാരണം ആ ഉസ്താദ് അപ്ഡേറ്റ് ആയ ആള്, അയാൾ കുറച്ച് അറിയാം, ടെക്നിക്കൽ അറിയാം. നിങ്ങൾക്ക് അള്ളാഹനല്ല കണ്ടത് കാണേണ്ടത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കണം, ഒരു ആഴ്ച നോമ്പ് പിടിക്കണം. അവർ നോമ്പ് ജീവിതത്തിൽ പിടിക്കാത്ത മനുഷ്യന്മാരാ. അങ്ങനെ ഏതായിട്ട് ഒരാഴ്ച നോമ്പ് പിടിച്ച് അള്ളാഹനെ കാണണല്ലേ. ഒരാഴ്ച നോമ്പെല്ലാം പിടിച്ച് എല്ലാം ഹക്കിടപാടെല്ലാം വീട്ടിയിട്ട് എല്ലാം തൗബെല്ലാം ആക്കിയിട്ട് പറഞ്ഞോ. 12 മണിക്ക് അടുത്ത വെള്ളിയാഴ്ച 12 മണിക്ക് പറഞ്ഞോ. എല്ലാം തൗബെല്ലാം ആക്കി നോമ്പ് പിടിച്ച് 12 മണിക്ക് വന്നിട്ട് ബാലക്കാരെ പിടിച്ച് ഉസ്താദ് പറഞ്ഞു, മക്കളെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ അള്ളാഹനെ കാണിച്ചു തരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹറാം പറഞ്ഞവർക്ക് കാണാല അള്ളാഹനെ. നേരെ പറഞ്ഞവർക്ക് മാത്രം, ഉപ്പാക്ക് പറഞ്ഞവർക്ക് മാത്രമേ കാണൂ. ഹറാം പറഞ്ഞവർക്ക് കാണാൻ സാധ്യമില്ല. ഇതാ ഇപ്പൊ 12 മണിക്ക് അവിടെ സൂര്യൻ ഉണ്ടല്ലേ, ആ സൂര്യനിലേക്ക് ഒരു 2 സെക്കൻഡ് നിങ്ങൾ നോക്കണം. ഒരു 2 സെക്കൻഡ് കറക്റ്റ് ചുമ്മാൻ പാടില്ല, കണ്ണ് ചുമ്മാൻ പാടില്ല. ഒരു 2 മിനിറ്റ് നിങ്ങൾ എന്താക്കണോ, ആ സൂര്യനിലേക്ക് നോക്കണോ എന്ന് പറഞ്ഞു. ഈ ബാലക്കാര് സൂര്യനിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉസ്താദെ കണ്ട് അള്ളാഹ് ഭയങ്കര ചന്തമുണ്ട്, അള്ളാഹനെ കണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാ ഉസ്താദ് പറഞ്ഞു, മക്കളെ നിങ്ങൾ അള്ളാഹനെ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയും. നിങ്ങൾ കണ്ടിരുന്നു പറഞ്ഞു, നിങ്ങൾ ആറാം പറഞ്ഞോർന്നാന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹനെ കണ്ടിട്ടില്ല. ഇത് ഈ സൂര്യൻ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹിന്റെ ചെറിയ ഒരു സൃഷ്ടി. സൂര്യൻ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹിന്റെ ചെറിയ ഒരു സൃഷ്ടി. അത് ചെറിയ സൃഷ്ടി എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് ടച്ചാക്കി നോക്കുമ്പോ, ഓലിക്കാക്കി നോക്കുമ്പോ അത് ഭയങ്കര വലുത്. സൂര്യന്റെ സുബ്ഹാനല്ലാഹ്, ഈ നമ്മളെ 200 ജില്ലാനും രാഷ്ട്രവും അതിന്റെ 3 ഇരട്ടി വരുന്ന ഈ കടലും ഇതെല്ലാം കൊണ്ടുപോയിട്ട് സൂര്യനിൽ വെച്ചെങ്കിൽ ഒരു സൂചി വെച്ച് പോലെ, സൂചി വെച്ച് എത്ര സ്ഥലം വേണ്ടി ഏതൊക്കെ ഈ ഭൂമി. സൂര്യൻ ജില്ല അത്ര വലുതുണ്ട്, കോടാനുകോടി ഇരട്ടി വലുപ്പം ഈ ഭൂമിനേക്കാൾ. സുബ്ഹാനല്ലാഹ്, സൂര്യൻ തീർന്നയില്ല, അതിന്റെ അപ്പുറം ഗാലക്സികൾ, നക്ഷത്രങ്ങള്. എത്ര നക്ഷത്രം? ഒരു നക്ഷത്രത്തിന്റെ വലിപ്പം ഈ സൂര്യനേക്കാൾ കോടാനുകോടി വലിപ്പം. സൂര്യന്റെ വലിപ്പം ഇപ്പൊ മനസ്സിലായില്ലേ? സൂര്യന്റെ വലിപ്പം ഭൂമിനേക്കാൾ കോടാനുകോടി വലിപ്പമാണ് സൂര്യൻ. ആ സൂര്യനേക്കാൾ കോടാനുകോടി ഇരട്ടി വലിപ്പമാണ് ഒരു നക്ഷത്രത്തിന്. അങ്ങനത്തെ എത്ര നക്ഷത്രമുള്ളത്? സുബ്ഹാനല്ലാഹ്, നക്ഷത്രത്തിനേക്കാൾ വലിയ ഗാലക്സികൾ എന്തൊക്കെ ഉണ്ട്. ഇതിന്റെ എല്ലാം പടച്ച തമ്പുരാനാണല്ലോ. ആ അള്ളാനെ നിങ്ങളെ ഈ ചെറിയ പൊട്ട് 2 കണ്ണുകൊണ്ട് കാണാൻ സാധ്യമാണോ മക്കളെ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തൗബ ചെയ്തിട്ട് രണ്ടാമത് നിങ്ങൾ തൗബ ചെയ്യണം. അള്ളാനെ കാണുന്ന ഭർത്താവിലേക്ക് ഒന്നും കൂടി തൗബ ചെയ്തിട്ട് കൈനത്ര നിസ്കരിച്ചോളി, നോമ്പ് പിടിച്ചോളി, നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് മക്കൾക്ക് ഉപദേശിച്ചു. പൊന്നു സഹോദരന്മാർ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ നല്ല ഒരു മജ്ലിസിൽ ധാരാളം പണ്ഡിതന്മാർ ഫസ്റ്റ് മുതൽ തന്നെ ഇതുവരേക്കും ധാരാളം പണ്ഡിതന്മാർ ഇതിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് കേട്ടിട്ടവരായിരിക്കാം, അല്ല നിങ്ങൾ പുതിയവരായിരിക്കാം. ഏതായാലും നിങ്ങൾ ധാരാളം പ്രസംഗങ്ങളും വയലുകളൊക്കെ കേൾക്കുന്നവരാണ്. അത് കേട്ടുകൊണ്ടേയിരിക്കണം, പ്രസംഗം നടന്നുകൊണ്ടേയിരിക്കണം. പ്രസംഗമാണ് നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. പല ആൾക്കാരും പറയാറുണ്ട്, എന്തൊരു ഉസ്താദെ വാൽ ചൊല്ലെ, വാൽ ചെന്ന പോലെ ആവില്ലല്ലേ, നടക്കില്ലല്ലേ, ആര് നടക്കാറ്, വെറുതെ ചൊല്ലെ. അത് വെറുതെയാ, അത് വെറുതെയാണ്. നിങ്ങൾ നോക്ക്, ഈ ദുനിയാവിൽ എത്ര വീടുകളിലാണ് ഇന്നലെ ഒരു കള്ളത്തനം നടന്നു അല്ലേ? ഒരു പുരയിൽ 10-25 പൗൺ കൊണ്ടുപോയി. ഇതിന്റെ ഇടയ്ക്ക് നമ്മളെല്ലാം കഷ്ടപ്പെട്ടിട്ടുള്ള പൊന്നി എടുത്തു വെക്കുന്നത് ലോക്കറിലാണ്. ഇവിടെ ബാങ്കിന്റെ ലോക്കറിലാണ് എടുത്തു വെക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് അടിയനടുക്കയിലെ ബാങ്കിന്റെ ലോക്കർ തന്നെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മ ഈ പൂട്ട് വേണ്ടെന്ന് വെച്ചെങ്കിലാവോ? താക്കോല് വേണ്ട, എത്ര താക്കോല് ഇട്ടിട്ട് കക്കുന്നവർ കട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താക്കോലിനെ ഒഴിവാക്കി എന്താവും?
എല്ലാവരും കള്ളന്മാരാവും. ദുനിയാവിലുള്ളവരെല്ലാം കള്ളന്മാരാവും. കാരണം എന്ത്? ഒരു ജ്വല്ലറി കട എന്ന് വെച്ചോളാം. ആ ജ്വല്ലറി കട ഓപ്പൺ ആക്കിയിട്ട് പോ, താക്കോലൊന്നുമില്ല, ബീഗൊന്നുമില്ല. അപ്പോ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഷ്ടമുള്ളവർ ഇനി ഏതായിട്ട് ഇനി വലിയ വിഷയമല്ല, അവിടെ തുറന്നിട്ടുണ്ട്, ഒരു 10 പൗണമല്ല, അധികം വേണ്ട, ഒരു 10 പൗൺ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് എന്താക്കുമല്ലേ, ഈ പൂട്ടില്ലെങ്കിൽ എത്ര പേര് തക്കമുള്ളവരായെങ്കിലും കക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പൂട്ടിന്റെ വ്യവസ്ഥ. അതേപോലെ എന്റെ സഹോദരന്മാരെ, ദുനിയാവിൽ നമ്മള് എത്ര വയല് പറഞ്ഞാലും തെറ്റ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് വയലും ദീനിന്റെ ഉപദേശങ്ങളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം മടക്കി വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ ഇവിടെ നടക്കൂല. ഖിയാമത്ത് നാൾ അടുത്തു പോകും. ദുനിയാവിൽ നാശനഷ്ടങ്ങളും ഫസാദുകളും വർദ്ധിപ്പിച്ചു പോകും. അതുകൊണ്ട് പ്രസംഗങ്ങൾ കേൾക്കുക, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് കേൾപ്പിക്കുക. ഇന്ന് മക്കൾക്ക്, ബാല്യക്കാർക്ക് വയലിന്റെ വിഷയം ഇല്ലല്ലോ, കേൾക്കുന്ന വിഷയം ഇല്ല. വയലെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അലർജി അല്ലെ? പണ്ട് കാലത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ നീട്ടുന്നില്ല എന്റെ സഹോദരന്മാർ. അതുകൊണ്ട് നല്ല രൂപത്തിൽ നല്ല അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിലായിട്ട് സന്തോഷത്തോടുകൂടി മാഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ഉള്ളാളത്തിന്റെ ദർഗയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രസംഗിക്കാനുള്ള ഒരു വേദി നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രത്യേകിച്ച് നമ്മുടെ അനീഫ് ഹാജി, അതുപോലെ സക്കാഫി ഉസ്താദ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുള്ള, മുസ്തഫ അബ്ദുള്ള, നമ്മൾ പണ്ട് മുതൽ തന്നെ നമുക്കൊക്കെ വലിയ ഒരു അഭിമാനമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ഒരു അവസരം തന്നത് നമുക്കൊരു അഭിമാനം. ഉള്ളാളത്തിന്റെ ദർഗയിൽ വന്നിട്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഉസ്താദുമാരെ സംബന്ധിച്ചിട്ട് അതൊരു അഭിമാനമാണ്, ഒരു പ്രതിഷ്ഠയാണ്. ഉള്ളാളത്തിന്റെ ഉറൂസിൽ പോയിട്ട് വയൽ പറഞ്ഞു അല്ലേ, അതൊരു പ്രതിഷ്ഠയാണ്. നിങ്ങൾക്കറിയാം, ഉള്ളാൾക്കാർക്കറിയില്ല, പുറത്തുള്ളവർക്ക് അതറിയുള്ളൂ. ആ ബഹുമാനം അൽഹംദുലില്ലാഹ് അതിനെ നിങ്ങൾ ക്ഷണിച്ചിട്ട് കുറച്ച് സംസാരിക്കാൻ നിങ്ങൾ വ്യവസ്ഥ ചെയ്തതിന് ശുക്രൻ, അൽഹംദുലില്ലാഹ് ലാഖ് ശുക്ർ. നിങ്ങൾക്കൊക്കെ ഈ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്. അതുപോലെ ആലിമീങ്ങൾ, നമ്മുടെ ആദം ഫൈസി ഉണ്ട്, അജിലമൂറിന്റെ ഉസ്താദുണ്ട്, മദനി ഉസ്താദ്, അതുപോലെ MH ആചാറുണ്ട്, നമ്മുടെ കൊടുകൈതാനി, നമ്മുടെ മദ്രസ മാനേജ്മെന്റിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ പല ആൾക്കാർ പേരൊന്നും അറിയില്ല, ബേജാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല നല്ല ഉമറാക്കന്മാർ മുഖം കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം എല്ലാവർക്കും. അതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, ഈ ദർഗയും ഈ പള്ളിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവ്വഗാമികൾ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾ എല്ലാവരുടെ ഖബറിന് അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.